Hello all. Power system module surprise test 1 discussion ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആരെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതുകൂടാതെ നമ്മൾ ഈ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടാതെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്കണോമിക്സ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എല്ലാ ടേംസും ക്ലിയർ അല്ല എങ്കിൽ ഒബിയസ്ലി നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരാവുന്ന ഒരു ടോപ്പിക്കുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇക്വേഷൻസും മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ ഇക്വേഷൻസും അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 1. ലോഡ് കർവ് ഈസ് എ പ്ലോട്ട് ഓഫ്. ലോഡ് കർവ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിരുന്നത്. സോ നമുക്കറിയാം ലോഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കർവ് വിച്ച് ഈസ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ലോഡ് ഇൻ കിലോവാട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ അവേഴ്സ് ഓർ ടൈം ഡ്യൂറേഷൻ. അതിൻ്റെ ബേസിലുള്ള ടൈമിൻ്റെ ബേസിലുള്ള കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഡ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലോഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? എനി ഷേപ്പിൽ വരാവുന്ന ഒരു കർവാണ്. വേരിയേഷൻ ഓഫ് ലോഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. യൂഷ്വലി ടൈം എന്ന് പറയുന്ന അവേഴ്സിലാണ്. 1 ഡേയിലേക്കാണ് നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് 24 അവേഴ്സിലേക്കാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു ഡെയിലി ലോഡ് കർവ് എന്ന് പറഞ്ഞു. 1 മന്തിലേക്കാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മന്ത്ലി ലോഡ് കർവ്. ആൻഡ് ഫോർ 1 ഇയർ ടൈം ഡ്യൂറേഷനിലെ ലോഡ് വേരിയേഷൻ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദ ആനുവൽ ലോഡ് കർവ്. സോ ഇങ്ങനെയുള്ള ഏത് ലോഡ് കർവ് വരച്ചാലും ഏരിയ അണ്ടർ ലോഡ് കർവ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ദിസ് ഈസ് കിലോവാട്ട്, സോ ദിസ് ഈസ് അവേഴ്സ്. സോ എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഓൾവേസ് റെപ്രസെന്റിങ് കിലോവാട്ട് അവേഴ്സ്. സോ കിലോവാട്ട് അവർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആയിരുന്നു? എനർജിയുടെ യൂണിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ യൂണിറ്റ്സ് ജനറേറ്ററിൻ്റെ യൂണിറ്റ് ആയിരുന്നു. സോ ഏരിയ അണ്ടർ ലോഡ് കർവ് ഈസ് ഓൾവേസ് റെപ്രസെന്റിങ് ദ യൂണിറ്റ്സ് ജനറേറ്റർ ഓർ എനർജി ദാറ്റ് ഈസ് ജനറേറ്റഡ് ഓർ കൺസ്യൂംഡ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ലോഡ് വേഴ്സസ് ടൈം എന്നുള്ളതായിരിക്കും ആൻസർ. ഇനി നമുക്കിവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും നമുക്കിവിടെ 2 ടൈമാണ് തന്നിരിക്കുന്നത് അല്ലേ? ലോഡ് വേഴ്സസ് ടൈമും ലോഡ് വേഴ്സസ് ഡ്യൂറേഷൻ ഓഫ് ടൈം. സോ ഇത് തമ്മിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ക്ലാസ്സിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ് ലോഡ് വേഴ്സസ് ടൈമാണ് ലോഡ് കർവ്. ലോഡ് വേഴ്സസ് ഡ്യൂറേഷൻ ഓഫ് ടൈമിന് നമ്മൾ പറയുന്ന പേരാണ് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. സോ എന്താണ് ലോഡ് കർവ്, ലോഡ് ഡ്യൂറേഷൻ കർവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. സോ നമുക്കിവിടെ കാണുന്നതാണ്. സോ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ലോഡ് കർവ്. ദാറ്റ് ഈസ് മോർണിംഗ് 6 AM to 8 AM വരെ ഒരു 18 കിലോവാട്ട് ലോഡ് ഉണ്ടായിരുന്നു. 8 AM to 2 PM വരെ 35 കിലോവാട്ട് ലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ലോഡ് വേരിയേഷൻ നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ഡെയിലി ലോഡ് കർവ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നമുക്ക് മാക്സിമം കിട്ടിയ ലോഡ് എന്ന് പറയുന്നത് 35 കിലോവാട്ട് ആയിരുന്നു. സോ അതിനെ നമ്മൾ ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യണം. ഈ 35 കിലോവാട്ട് എത്ര ഡ്യൂറേഷനിലാണ് ഉണ്ടായിരുന്നത്? 8 AM to 2 PM വരെയുള്ള ടൈം ഡ്യൂറേഷനിലാണ് ഉണ്ടായിരുന്നത്. അതായത് 6 അവേഴ്സിലാണ് നമുക്ക് ഈ ഒരു 6 അവേഴ്സ് ഡ്യൂറേഷനിലാണ് നമുക്ക് ഈ ഒരു 35 കിലോവാട്ട് ഉണ്ടായിരുന്നത്. സോ ഇവിടെ ആ ഡ്യൂറേഷനെ ഞാനിവിടെ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് തൊട്ടടുത്ത താഴെയുള്ള ലോഡ് ഏതായിരുന്നു? 30 കിലോവാട്ട് ആയിരുന്നു. ഈ 30 കിലോവാട്ട് എന്ന് പറയുന്നത് 3 PM to 6 PM വരെയാണ് ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 3 അവേഴ്സിലാണ് ഉണ്ടായിരുന്നത്. സോ 6 + 3 9 അവേഴ്സിലായിട്ട് ഞാനിവിടെ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ലോഡ് കർവിൽ ഉണ്ടായിരുന്ന ഓരോ ലോഡിനെ ഡിക്രീസിങ് മോഡലിൽ ഞാൻ അറേഞ്ച് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ലോഡും എത്ര ഡ്യൂറേഷനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുകയും ചെയ്യാൻ ആ കർവിന് പറയുന്ന പേരാണ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ലെറ്റ് us move on to question number 2. The area under load curve is representing. ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞാണ് എന്താണ് ഏരിയ അണ്ടർ ലോഡ് കർവ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എനർജി കൺസ്യൂംഡ് അല്ലെങ്കിൽ എനർജി ജനറേറ്റഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? എക്സ് ആക്സിസിലുള്ളത് ടൈം ഇൻ അവേഴ്സ് ആണ്, വൈ ആക്സിസിലുള്ളത് ലോഡ് ഇൻ കിലോവാട്ട് ആണ്. സോ കിലോവാട്ട് ഇൻറ്റു അവേഴ്സ് വിൽ ബി kilowatt hours, which is units generated or units consumed. Both are same. So option C will be the answer for question number 2.
So let us move on to question number 3. The area under daily load curve divided by 24 gives area under daily load curve divided by 24 എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആവറേജ് ഡിമാൻഡ്? ആവറേജ് ഡിമാൻഡ് മീൻസ് ദ യൂണിറ്റ്സ് generated in T hours divided by T. So units generated in T hours by T ആണ് എന്ത് average load. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? divided by 24 area under daily load curve ആണ് പറഞ്ഞിരിക്കുന്നത്. So T hours means units generated in 24 hours. So ഇവിടെ T യുടെ വാല്യൂ എന്താണ്? 24 ആണ്. ഡിവൈഡഡ് ബൈ 24. ഇതെന്തായിരിക്കും തരുന്നത്? ഡെയിലി ആവറേജ് ലോഡ് ആയിരിക്കും നമുക്ക് തരുന്നത്. സോ ഇവിടെ T യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇയർലി അവേഴ്സ് ആണ്. ദാറ്റ് ഈസ് 8760 ആയിരുന്നെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഇയർലി ആയിട്ടുള്ള ആവറേജ് ലോഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ തന്നെ നമുക്ക് എന്ത് പറയാം? ആൻസർ വിൽ ബി ആവറേജ് ലോഡ് ഓഫ് ദി ഫോർ ദി ഡേ. ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ക്ലാസ്സിൽ ഓരോ ടേംസും ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്നുകൂടി റിവിഷന് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4. Load curve of a power generating station is always. Load curve of a power generating stationന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് സ്ലോപ്പ് ആണോ, സീറോ സ്ലോപ്പ് ആണോ, അതോ പോസിറ്റീവ് സ്ലോപ്പ് ആണോ, ഓർ എനി കോമ്പിനേഷൻ ഓഫ് 3. സോ നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തന്നെ ലോഡ് കർവിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ കണ്ടിരുന്നു. അതിൽ എങ്ങനെയാണ്? ലോഡ് കർവ് ക്യാൻ ബി ഓഫ് എനി സ്ലോപ്പ്. ദാറ്റ് ഈസ് ഇഫ് വി ഹാവ് എ increasing ആയിട്ടുള്ള ഒരു ലോഡാണ് വരുന്നതെങ്കിൽ then that will be having a positive slope. ഈ ഒരു റീജിയനിൽ പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ ലോഡ് കുറച്ച് ടൈം ഡ്യൂറേഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സീറോ സ്ലോപ്പ് ആയിരിക്കും. ഡിക്രീസിങ് ആയിട്ടുള്ള ലോഡാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും കിട്ടുക. സോ ലോഡ് വേഴ്സസ് ടൈം കർവ് ക്യാൻ ഹാവ് എനി ഓഫ് ദീസ് ഷേപ്പ്. ഏത് സ്ലോപ്പ് വേണമെങ്കിലും നമുക്ക് കിട്ടാം. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, എനി കോമ്പിനേഷൻ ഓഫ് എ, ബി ആൻഡ് സി. സോ ഇവിടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും എനി വാല്യൂ വരാം നമുക്ക്. വിത്തിൻ ദ കപ്പാസിറ്റി ഓഫ് സിസ്റ്റം എനി വാല്യൂ ക്യാൻ ബി ദ മാഗ്നിറ്റ്യൂഡ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാം. ലോഡ് കർവ് or load duration curve gives. Load duration curve എന്താണ് തരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിച്ചിരുന്നത്. സോ നമ്മൾ തൊട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ് ഫോർ വിച്ച് എ പെർട്ടിക്കുലർ ലോഡ് ലാസ്റ്റ് ഡ്യൂറിങ് ദ ഡേ. അതിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ലോഡ് ഡ്യൂറേഷൻ കർവിൽ നിന്ന് കിട്ടും. കാരണം ഓരോ ലോഡും എത്ര ഡ്യൂറേഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ എവിടെ നിന്ന് കിട്ടുന്നത്? ലോഡ് ഡ്യൂറേഷൻ കർവിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ. ആൻസർ വിൽ ബി ഓപ്ഷൻ സി. മൂവിങ് ഓൺ ടു question number 6. The load duration curve for unity load factor will be. Unity load factor ആണെങ്കിൽ load duration curve എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം എന്തായിരുന്നു ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടറിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടിരുന്നു. ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ലോഡ് ഫാക്ടർ ഈസ് ഗിവൺ ബൈ ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി സിസ്റ്റം. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോഡ് ഡ്യൂറേഷൻ കർവ് ഫോർ യൂണിറ്റി ലോഡ് ഫാക്ടർ. സോ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ആവറേജ് ലോഡ് വിൽ ബി ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ്. ഈ ഒരു കണ്ടീഷനിൽ വരുന്ന സമയത്ത് ലോഡ് കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓൾവേസ് ഇറ്റ് വിൽ ബി റെക്ടാങ്കുലർ. കാരണം എന്താണ്? മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് ആവറേജ് ലോഡ്. സോ ഇവിടെ ഈ ഒരു കർവിന് പകരം ഇതിൽ താഴെയുള്ളൊരു കർവാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു കർവാണെന്ന് വരുന്നതെങ്കിൽ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ഡിമാൻഡിലും താഴെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എന്ത് ഷേപ്പ് തന്നെ ആയിരിക്കണം? പ്യുവർലി റെക്ടാങ്കുലർ ആയിട്ടുള്ള ഷേപ്പ് തന്നെ ആയിരിക്കണം നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, റെക്ടാങ്കുലർ ഷേപ്പ്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള മറ്റ് ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ട്രയാങ്കുലർ ഷേപ്പ് ആൻഡ് എൽ ഷേപ്പ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ട്രയാങ്കുലർ ഷേപ്പ് ആയിട്ടുള്ള ലോഡ് കർവ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ലോഡ് ഫാക്ടർ എങ്ങനെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ലെസ് ദാൻ 1 ആണോ, എങ്ങനെയൊക്കെയാണ് ചോദിച്ചെങ്കിൽ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. സോ ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിട്ടുള്ള ലോഡ് കർവ് അല്ലെങ്കിൽ ഒരു എൽ ലെറ്റർ ഷേപ്പിലായിട്ടുള്ള ഒരു ലോഡ് കർവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ നോക്കാം
മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലേ. മാക്സിമം പോയിന്റ് ഓൺ ലോഡ് കർവ് ഈസ് നോൺ ആസ് ദി മാക്സിമം ഡിമാൻഡ് ഓർ പീക്ക് ഡിമാൻഡ്. സോ ഇവിടെയും പീക്ക് ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. സോ ഇത്രയും ഏരിയ ഡിവൈഡഡ് ബൈ ഈ ടൈം ഡ്യൂറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തിൽ കുറവായിരിക്കും, മാക്സിമം ഡിമാൻഡിൽ താഴെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആവറേജ് ലോഡ്. സിമിലർലി ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ബേസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നത് എന്തായിരിക്കും, ആവറേജ് ലോഡ് വിൽ ബി ലെസ് ദാൻ മാക്സിമം ഡിമാൻഡ്. അതായത് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ഒഴിച്ച് നമ്മൾ വേറെ ഏത് ഷേപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം, ദ ആവറേജ് ലോഡ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ മാക്സിമം ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്ന റേഷ്യോ, ദാറ്റ് ഈസ് ലോഡ് ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും എന്തിൽ കുറവായിരിക്കും, 1ൽ കുറവായിരിക്കും. യൂഷ്വലി 1ൽ കുറവായിട്ടാണ് നമുക്ക് എപ്പോഴും എന്ത് കിട്ടുന്നത്, ലോഡ് ഫാക്ടർ കിട്ടുന്നത്. റെക്ടാങ്കുലർ ഷേപ്പിൽ മാത്രമുള്ള ഒരു കർവ്, റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ലോഡ് കർവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ്, ആവറേജ് ലോഡ് വിൽ ബി ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ്. ഇൻ ദാറ്റ് കേസ് ലോഡ് ഫാക്ടർ വിൽ ബി 1 എന്ന് പറയുന്ന കേസ് നമുക്ക് കിട്ടുന്നത്. സോ ലെറ്റ് us move on to question number 7. that is question number 7ൽ നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, in a low duration curve for an integrated power system, the uppermost crest represents the energy contributed by which of the following. So ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഏത് സെക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്, ബേസ് ലോഡ് പ്ലാൻസ് ആൻഡ് പീക്ക് ലോഡ് പ്ലാൻസ്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ബേസ് ലോഡ് പ്ലാൻ, ഏതൊക്കെ പ്ലാൻസ് ആണ് ബേസ് ലോഡിനെ ആക്ട് ചെയ്യുന്നത്, ഏതൊക്കെ പ്ലാൻസ് ആണ് പീക്ക് ലോഡിനെ അല്ലെങ്കിൽ പീക്ക് ലോഡ് വരുന്ന ഡിമാൻഡിനെ, പീക്ക് ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന ഏതൊക്കെ പ്ലാൻസ് ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ജസ്റ്റ് റിവിഷന് വേണ്ടി പറയാം. നമുക്ക് പവർ സിസ്റ്റത്തിലുള്ള ലോഡിൽ, നമ്മൾ ലോഡ് കർവിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്ന ലോഡിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബേസ് ലോഡ്. സോ ഇങ്ങനെ ഒരു കർവ് നമുക്കുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ലോഡ് ഡ്യൂറേഷൻ കർവ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ലോഡ് കർവ് നമുക്കുണ്ടെങ്കിൽ അതിൽ എപ്പോഴും റിമെയിൻ ചെയ്യുന്ന ഇത്രയും ലോഡിനെ നമുക്ക് എന്ത് പറയാം, ബേസ് ലോഡ് എന്ന് പറയാം. സോ ഇവിടെ ഒരു പീക്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് പോർഷനിൽ മാത്രം വരുന്ന ലോഡിനെ നമുക്ക് എന്ത് പറയാം, പീക്ക് ലോഡ് എന്ന് പറയാം. സോ ഈ പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യുന്ന പവർ പ്ലാന്റ്സിനെ നമുക്ക് എന്ത് പറയാം, പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ്. ബേസ് ലോഡിനെ മീറ്റ് ചെയ്യുന്ന പവർ പ്ലാന്റ്സിനെ എന്ത് പറയാം, ബേസ് ലോഡ് പവർ പ്ലാന്റ്സ്. ഏതൊക്കെയാണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്സ്? മേജറായിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എന്തായിരിക്കും, ബേസ് ലോഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുക. പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ഓൾ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ദാറ്റ് ഈസ് സോളാർ എനർജി, വിൻഡ് എനർജി ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്ലാന്റ്സ്, ദെൻ ഡീസൽ പവർ പ്ലാന്റ്സ്, ഗ്യാസ് പവർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യാൻ. ഇവിടെ നമ്മൾ എക്സ്പെഷ്യലി ഓർത്തിരിക്കേണ്ട രണ്ട് പവർ പ്ലാന്റ്സിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? പമ്പ്ഡ് സ്റ്റോറേജ് പവർ പ്ലാന്റ്സ്. പമ്പ്ഡ് സ്റ്റോറേജ് പവർ പ്ലാന്റ്സ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും, ദേ വിൽ ബി പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ്. സിമിലർലി ബേസ് ലോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റൺ ഓഫ് റിവർ പവർ പ്ലാന്റ്സ്. ഇനി ഹൈഡ്രോയുടെ കേസിൽ രണ്ടിലും വരാമെന്ന് പറഞ്ഞിരുന്നു. സമ്മർ സീസണിൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറവാകുന്ന ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോ ഇലക്ട്രിക് പവറിനെ ഉപയോഗിക്കാം. കാരണം ബാക്കിയുള്ള ആവശ്യത്തിന് നമുക്ക് വാട്ടറിൻ്റെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയൊക്കെ വാട്ടർ യൂസ് ചെയ്യേണ്ടതുകൊണ്ട് വാട്ടർ ലെവൽ കുറവായിരിക്കുന്ന സമ്മർ സീസണിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ജനറേഷൻ പാർട്ട്, അതായത് ഇലക്ട്രിസിറ്റി ജനറേഷൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ സേ ദാറ്റ് ദ hydroelectric power plants is working as a peak load power plants. ഇനി റെയിനി സീസണിൽ നമുക്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ അവൈലബിൾ ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ജനറേഷൻ വേണം. സോ ത്രൂ ഔട്ട് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ലോഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിനെ ബേസ് ലോഡായിട്ടും അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ യൂസ്. യൂഷ്വലി നമ്മൾ ഒരു കോമൺലി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സോ ഒരു ത്രൂ ഔട്ട് ദ ഇയർ കോൺസ്റ്റന്റ് വാട്ടർ ഫ്ലോ കിട്ടുന്ന ഒരു ലാർജ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് ആസ് എ ബേസ് ലോഡ് പവർ പ്ലാന്റ്സ്. എന്നാൽ സീസണലായിട്ട്, അതായത് സമ്മർ സീസണിൽ വാട്ടർ ലെവൽ കുറയും, റെയിനി സീസണിൽ വാട്ടർ ലെവൽ കൂടുതലും കിട്ടുന്ന ഒരു സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് നമുക്കുള്ളതെങ്കിൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് പീക്ക് ലോഡ് പവർ പ്ലാന്റ് ഡ്യൂറിങ് ദ സമ്മർ സീസൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബേസ് ലോഡ് പവർ പ്ലാന്റ് ഡ്യൂറിങ് ദ റെയിനി സീസൺ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ഒരു ക്വസ്റ്റനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പീക്ക് ക്രസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ആ ലോഡിനെ മീറ്റ് ചെയ്യുന്നത് ഏത് പോർഷനാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പീക്ക് ലോഡ് പവർ പ്ലാന്റ് ഏതാണെന്നുള്ളതാണ് ബേസിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇവിടെ ബേസ് സ്റ്റേഷൻ അല്ല, മേജർ തെർമൽ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു ബേസ് പവർ പ്ലാന്റ് ആണ്, അതുമല്ല ആൻസർ. ബട്ട് ആൻസർ ക്യാൻ ബി പീക്കിംഗ് ഹൈഡ്രോ ഓർ ഗ്യാസ് ടർബൈൻ. കാരണം ഇത് രണ്ടും എന്താണ്, നമ്മൾ പീക്ക് ലോഡ് പവർ പ്ലാന്റിന് യൂസ് ചെയ്യുന്നതാണ്.
Similarly, non-conventional power station, that is renewable energy, solar, wind, etc. So, ഇത് രണ്ടിൽ ഏതാണ് ആൻസർ വേണ്ടതെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുക, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, സമ്മർ സീസണിലാണ് നമ്മൾ ഇതിനെ പീക്കിംഗ് ഹൈഡ്രോ പ്ലാന്റ്സ് ആയിട്ട്, അതായത് പീക്ക് ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ അവൈലബിൾ ആയിരിക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ അതിനെ ബേസ് ലോഡായിട്ട് തന്നെ ആക്ട് ചെയ്യാറുണ്ട്. സിമിലർലി ഗ്യാസ് ടർബൈനിലും നമ്മൾ ഓൾവേസ് പീക്ക് ലോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് കേസിലും വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ സ്റ്റോർ ദ വാട്ടർ അല്ലേ, നമ്മളൊരു പെൻ സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വാട്ടർ നമുക്ക് റിസർവോയറിൽ സ്റ്റോർ ചെയ്യാം. സിമിലർലി ഗ്യാസ് ടർബൈൻ്റെ കേസിലാണെങ്കിലും ഗ്യാസിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ കൺട്രോളിലുള്ള ഒരു കേസാണ്. പക്ഷേ നോൺ കൺവെൻഷണൽ പവർ സ്റ്റേഷൻ, ദാറ്റ് ഈസ് സോളാറിൻ്റെയോ വിൻഡിൻ്റെയോ കേസിൽ ഇത് രണ്ടും അവൈലബിൾ ആയിരിക്കുന്ന ടൈമിൽ മാത്രം മാക്സിമം ജനറേറ്റ് ചെയ്യാമെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം വൺസ് അതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് സീസണലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സോളാർ എനർജിയോ വിൻഡ് എനർജിയോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മാക്സിമം ഞാൻ ജനറേറ്റ് ചെയ്യണം. ഈ രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷൻസിലും നമുക്ക് പറയാം ഇത് രണ്ടും നമ്മുടെ കൺട്രോളിലുള്ളതാണ്. പക്ഷേ നോൺ കൺവെൻഷണൽ പവർ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല. സോ ഫ്രം ദീസ് ടു ഓപ്ഷൻസ് ഐ ഹാവ് ടു സെലക്ട് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് നോൺ കൺവെൻഷണൽ പവർ സ്റ്റേഷൻ. അല്ലെങ്കിൽ സോളാർ ഓർ വിൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. സോ ഈ ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ്. അത് മാത്രമല്ല ഇത് രണ്ടിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു ഓൾവേസ് ഗോ ഫോർ നോൺ കൺവെൻഷണൽ പവർ സ്റ്റേഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യനും കൺസെപ്റ്റ് വൈസ് നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാം. സോ ലെറ്റ് us മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 8, ദാറ്റ് ഈസ് കണക്റ്റഡ് ലോഡ് മീൻസ്. എന്താണ് കണക്റ്റഡ് ലോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ്, ഇൻസ്റ്റാൾഡ് ഇലക്ട്രിക്കൽ ലോഡ് ഇൻ ദ കൺസ്യൂമർ ഈസ് നോൺ ആസ് ദി കണക്റ്റഡ് ലോഡ്. ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഇനി നമ്മളിതിനെ ബേസിക്കലി നമ്മുടെ വീട്ടിലെ ഒരു കണക്റ്റഡ് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ സപ്പോസ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു 20 വാട്ടിൻ്റെ ഒരു 5 നമ്പേഴ്സ് ഓഫ് LED ലാംപ്സ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. സിമിലർലി 60 വാട്ടിൻ്റെ ഒരു 10 നമ്പേഴ്സ് ഓഫ് ഫാൻസ് ആണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 1 HP-യുടെ ഒരു മോട്ടർ നമുക്കുണ്ട്, 1 HP-യുടെ 1 നമ്പർ ഓഫ് മോട്ടറുണ്ട്. ഇത്രയും ലോഡ്സ് ആണ് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ കണക്റ്റഡ് ലോഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ബൈ 20 × 5, ദാറ്റ് ഈസ് 100 വാട്ട്സ് പ്ലസ് 60 × 10, ദാറ്റ് ഈസ് 600 വാട്ട്സ്. ദെൻ 1 HP എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ട്സ്. സോ ഇത്രയും വാട്ടേജ് എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഓരോ വീട്ടിലുള്ള ഓരോ എക്യുപ്മെൻറ്റിൻ്റെ വാട്ടേജ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ നമ്മൾ കിട്ടുന്ന വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീട്ടിൽ എന്ത് കിട്ടുന്നു, ടോട്ടൽ കണക്റ്റഡ് ലോഡ് കിട്ടുന്നുണ്ട്. സോ ഇൻസ്റ്റോൾഡ് ഇലക്ട്രിക്കൽ ലോഡ് ഇൻ ദ കൺസ്യൂമർ ഈസ് നോൺ ആസ് ദി കണക്റ്റഡ് ലോഡ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് എന്താണ്, ഒരു വീട്ടിലെ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് 5 കിലോവാട്ടിൽ താഴെയാണെങ്കിൽ അവിടെ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 കിലോവാട്ട്, ദാറ്റ് ഈസ് 5000 വാട്ട്സ് ആണെങ്കിൽ അവിടെ നമ്മൾ 3 ഫേസ് സപ്ലൈ ആയിരിക്കും കൺസ്യൂമറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ലെറ്റ് us മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിമാൻഡ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ്. ഡിമാൻഡ് ഫാക്ടറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു നമ്മൾ കണ്ടിരുന്നു, എന്തായിരുന്നു ഡിമാൻഡ് ഫാക്ടർ? മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡ്. മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡിൻ്റെ ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡിൻ്റെ റേഷ്യോയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടിരുന്നു മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്, മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് കണക്റ്റഡ് ലോഡിലും എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. എപ്പോഴും മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്ന കണക്റ്റഡ് ലോഡിലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യോ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. സോ ഡിമാൻഡ് ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആണെന്ന് നമുക്ക് പറയാം. എന്തായിരിക്കും ഇതിനൊരു കാരണം? മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിന് കുറവാണെന്ന് പറയാനുള്ള കാരണം, നമ്മുടെ വീട്ടിലെ തന്നെ കേസ് നമുക്ക് എടുക്കാം. നേരത്തെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത പോലെ നമ്മൾ കണക്റ്റഡ് ലോഡ് എടുക്കുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു വീട്ടിലെ എല്ലാ ലോഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. സോ അത് സിമിലർലി ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും എല്ലാ ലോഡും, എല്ലാ മോട്ടോർ ലോഡും ലൈറ്റിംഗ് ലോഡും എല്ലാം കൂടി നമ്മൾ ഒരേ ടൈമിൽ യൂസ് ചെയ്യുന്നില്ല.
മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കില്ല ചിലപ്പോൾ ഒരു അയൺ ബോക്സ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാ ലോഡും നമ്മൾ സെയിം ടൈമിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ കുറവായിരിക്കും? കണക്റ്റഡ് ലോഡിലും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, ഡിമാൻഡ് ഫാക്ടറിൻ്റെ വാല്യൂ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. സോ ലെറ്റ് us മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്, ഡിമാൻഡ് ഫാക്ടർ ഓഫ് എ പവർ സിസ്റ്റം എപ്പോഴും എന്തിൽ താഴെയായിരിക്കും എന്നാണ് പറഞ്ഞത്? ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി, 1ൽ താഴെയാണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 10ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 11. A power station planned load factor is defined as the ratio of. എന്താണ് planned load factor എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആവറേജ് ലോഡ് ടു മാക്സിമം ഡിമാൻഡ് ഓർ മാക്സിമം ലോഡ് അല്ലെങ്കിൽ പീക്ക് ലോഡിൻ്റെ റേഷ്യോയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ലോഡ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ആവറേജ് ഡിമാൻഡ് ഓർ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ ദ പീക്ക് ലോഡ് ഓർ മാക്സിമം ഡിമാൻഡ്. സോ ഈ റേഷ്യോ അതിൻ്റെ ടേംസും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരുന്നത്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 12. An industrial consumer has a load pattern of 2000 kilowatt, 0.8 lagging for 12 hours and 1000 kilowatt unity power factor for 12 hours. The load factor is, so 12 hours total 24 hours ലോഡ് പാറ്റേൺ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്ലാന്റിൻ്റെ ലോഡ് ഡ്യൂറേഷൻ കർവ്, ലോഡ് കർവ് നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ഹാസ് എ ലോഡ് പാറ്റേൺ ഓഫ് 2000 കിലോവാട്ട്. 2000 കിലോവാട്ട് ആണ് ആദ്യത്തെ 12 hours ഉണ്ടായിരുന്നത്. സോ അടുത്ത 12 hours ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 കിലോവാട്ട് ആണ്. സോ നെക്സ്റ്റ് ഇറ്റ് വാസ് 1000 കിലോവാട്ട്. സോ ടോട്ടൽ 24 hourലുള്ള ലോഡ് പാറ്റേൺ നമുക്ക് കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോഡ് ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്. സോ ഇവിടെ ആവറേജ് ഡിമാൻഡ് കാൽക്കുലേറ്റ് തന്നിട്ടില്ല, അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ്സ് ജനറേറ്റഡ് ബൈ time, that is units generated in 24 hours is given by the area under this curve. ഈ ഒരു കർവിന് അണ്ടറിലുള്ള ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. that is 2000 into 12 അല്ലേ? ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 2000 ആണ്. അങ്ങനെയെങ്കിൽ into 12, that will be the area here, plus what is the area of this part? 1000 into 12, 1000 into 12 by total 24 hours ആണ്. സോ ടോട്ടൽ 24 hours. സോ ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? യൂണിറ്റ്സ് ജനറേറ്റഡ് ബൈ 24 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഡിമാൻഡ് കിട്ടി. ഇനി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? മാക്സിമം ഡിമാൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2000 തന്നെയാണ്. സോ ആൻസർ വിൽ ബി ദിസ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് പെർസെൻറ്റേജിലാണ് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിവിടെ നമ്മൾ 100 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നതിനെ. ഇവിടെ പെർസെൻറ്റേജിലല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ്. ഇനി ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് 12നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ 12 into 2000 plus 1000 is 3000 by 24 into 2000. So this answer will be 12 and 24 cuts for 2, then 1000. So net answer will be 3 by 4, which is equal to 0.75. So direct question ആയിരുന്നു. Answer will be option B, that is 0.75. സോ ഈ ഒരു ക്വസ്റ്റിനും നമുക്ക് ഡയറക്റ്റ് ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെറ്റ് us മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. The maximum power demand of a consumer is 2 kilowatt and the corresponding daily energy consumption is 30 units. What is the corresponding load factor? Load factor ആണ് ചോദിച്ചിരിക്കുന്നത്. Again same equation തന്നെയാണ്. എന്തായിരുന്നു ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ ഈസ് ഗിവൺ ബൈ ദ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ടു മാക്സിമം ഡിമാൻഡ്. ആവറേജ് ഡിമാൻഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? യൂണിറ്റ്സ് ജനറേറ്റഡ് ഇവിടെ എത്ര കേസാണ് പറഞ്ഞിരിക്കുന്നത്? പെർ ഡേയുടെ കേസാണ് പറയുന്നത് അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എടുക്കാം? ഡേ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഡേ ബൈ 24 into maximum demand. So this will be equal to what is the units generated ഇവിടെ തന്നിരിക്കുന്നത്?
maximum demand 2 kilowatt ആണ്, corresponding daily energy consumption is 30 units. So 30 kilowatt hours ആണ് daily energy consumption എന്ന് തന്നിട്ടുണ്ട്. 24 into maximum demand എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 kilowatt. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന യൂണിറ്റ്സ് നോക്കുക, 30 കിലോവാട്ട് അവർ ആണ്. സപ്പോസ് ഇത് മെഗാവാട്ടിലാണ് നമുക്ക് തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 2 കിലോവാട്ടിന് പകരം 2 മെഗാവാട്ട് ആണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? അതിനെ എപ്പോഴും കിലോവാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൻസർ വേണം. മാക്സിമം ഡിമാൻഡിൻ്റെ വാല്യൂ കിലോവാട്ടിൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം എന്താണ്? കിലോവാട്ട് അവേഴ്സ് ആണ് യൂണിറ്റ്സിൻ്റെ ഇലക്ട്രിക് എനർജിയുടെ യൂണിറ്റ്. സോ കിലോവാട്ട് ആൻഡ് കിലോവാട്ട് വിൽ ക്യാൻസൽ. This is hour and 24 hour. So hour and hour will cancel. We will get the ratio. So ഇവിടെ നോക്കാം, ഇവിടെ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് 30/48 ആണ് നമുക്ക് കിട്ടുന്നത്. 30/50 ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 0.6 വന്നേനെ. സോ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, സോ 0.6 നിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. പക്ഷേ ആക്ച്വൽ ആൻസർ വിൽ ബി greater than, answer will be slightly greater than 0.6. കാരണം എന്താണ്? 48 ആണ്. 50 ആയിരുന്നെങ്കിൽ ആൻസർ 0.6 വന്നേ. സോ ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 0.625 ആണ് ആൻസർ എന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാം. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യാം? എക്സാക്ട് ആൻസർ വേണമെന്നില്ല, നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ആൻസർ വിൽ ബി ഓപ്ഷൻ സി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ലെറ്റ് us move on to question number 40. സോ ക്വസ്റ്റ്യൻ നമ്പർ 40 നമുക്ക് തന്നിരുന്നത് എന്താണ്? ലോഡ് ഫാക്ടർ ഓഫ് ദ സിസ്റ്റം ആണ് അഗൈൻ ചോദിച്ചിരിക്കുന്നത്. ലോഡ് ഫാക്ടർ ഓഫ് സിസ്റ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ലോഡ് കർവ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ ഈ ലോഡ് കർവ് തന്നിട്ട് അതിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലോഡ് ഫാക്ടർ ചോദിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഏരിയ ആണ്. ഏരിയ അണ്ടർ ദിസ് കർവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ്സ് ജനറേറ്റഡ് കിട്ടും അല്ലേ? സോ യൂണിറ്റ്സ് ജനറേറ്റഡ് ഇവിടെ നോക്കൂ, എക്സ് ആക്സിസിൽ തന്നിരിക്കുന്ന ടൈം ഇൻ അവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 8760 ആണ്. 8760 എന്ന് പറയുന്നത് 24 into 365 ആണ്. ദാറ്റ് ഈസ് 24 hour per day into 365 days in an year. സോ യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ 1 year ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഏരിയ അണ്ടർ ദിസ് കർവ് വിൽ ബി യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ 1 year ഡിവൈഡഡ് ബൈ 8760 into മാക്സിമം ഡിമാൻഡ്. സോ ഈ ഒരു കേസിൽ യൂണിറ്റ്സ് ജനറേറ്റഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാം? ഏരിയ അണ്ടർ ദിസ് കർവ് എടുത്താൽ മതി അല്ലേ? സോ ഏരിയ അണ്ടർ ദിസ് കർവിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഒരു 3 സെക്ഷൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിൾ ആയിട്ട് എടുക്കാം. അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റെക്ടാങ്കിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ ഒരു സെക്ഷനായിട്ട് ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. സോ ഈ 3 ഏരിയയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂണിറ്റ്സ് ജനറേറ്റഡ്, ദാറ്റ് ഈസ് ഏരിയ അണ്ടർ കർവ് കിട്ടും. സോ ഇവിടെ നോക്കുക, ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് ഈസ് 1000 അല്ലേ? ഇത് 1000 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 100 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ആൻസർ വിൽ ബി 100 into 1000. ഫസ്റ്റ് ഏരിയ നമുക്ക് കിട്ടി. അടുത്ത റെക്ടാങ്കിളിൻ്റെ ഏരിയ നോക്കൂ, ഇവിടെ 1000 ആണ്. ദിസ് ഈസ് 8760 ആണ്. സോ ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 8760 മൈനസ് 1000, ദാറ്റ് ഈസ് 7760 ആയിരിക്കും ഇത്രയുമുള്ള വാല്യൂ. ഇവിടെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇവിടെയുള്ള ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ 10 into 7760 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് 10 into 7760. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 7760 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സോ ഇത് ഇത്രയും എന്ന് പറയുന്നത് 10 ആയിരുന്നു. ടോട്ടൽ എന്ന് പറയുന്നത് 100 ആണ്. സോ 100 മൈനസ് 10 എന്ന് പറയുന്നത് 90 ആണ്. സോ വി ഹാവ് ദ യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ 1 year by 8760 ഇൻറ്റു വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ മാക്സിമം ഡിമാൻഡ്? മാക്സിമം ഡിമാൻഡ് എങ്ങനെ നമുക്ക് കിട്ടും? ഇവിടെ മാക്സിമം പോയിന്റ് ലോഡ് കർവിലുള്ള മാക്സിമം പോയിന്റ് ഇത് തന്നെയായിരിക്കും എന്ത്? മാക്സിമം ഡിമാൻഡ്. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് കിട്ടി? 100 ആണെന്ന് കിട്ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോർമലി
നോക്കുകയാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. സോ ഈ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. സോ ഇതിന് ജസ്റ്റ് ഞാനൊരു അപ്രോക്സിമേഷൻ പറയുകയാണ്. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ആൻസർ കാൽക്കുലേറ്റ് ചെയ്താലും നിയർലി ഓപ്ഷൻസ് തമ്മിലുള്ള വേരിയേഷൻ നോക്കുക. 1, 6, 16, 60. സോ ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്രോക്സിമേറ്റ് ആൻസർ എടുത്താൽ തന്നെ ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് അങ്ങനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി 100 into 1000 plus 10 into 7760 പകരം ഞാൻ നെക്സ്റ്റ് വാല്യൂവിലേക്ക് റൗണ്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 8000ലേക്ക് ഞാൻ റൗണ്ട് ചെയ്തു. പ്ലസ് ഹാഫ് ഇൻറ്റു അഗൈൻ ഇവിടെ ഞാനിവിടെ 8000ആയിട്ട് റൗണ്ട് ചെയ്തു. 8000 into 90 by 8760 പകരം ഞാൻ 9000 ആയിട്ട് റൗണ്ട് ചെയ്തു. ഇങ്ങനൊരു കാൽക്കുലേഷൻസിൻ്റെ ഈസിനെസ് ആണ്. ഇത് എക്സാക്റ്റ് ആയിരിക്കില്ല, അപ്രോക്സിമേറ്റ് ആയിരിക്കും. ഇനി ഓരോ ടേമിനെ എനിക്ക് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഓരോ ടൈമായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് അല്ലേ. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ലോഡ് ഫാക്ടർ എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും. പെർസെൻറ്റേജ് ലോഡ് ഫാക്ടർ ആണ് വേണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യാം. സോ ദിസ് ഇൻറ്റു 100 അഗൈൻ ഇവിടെയും ഇൻറ്റു 100 വരും. സോ ഈ ഒരു 100ഉം ക്യാൻസൽ ചെയ്തു പോകും. 9000 വെച്ച് ഓരോ ടേമിനെയായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഓരോ ടൈമായിട്ട് ഞാനിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ നോക്കുക, ഇവിടെ 1000ൻ്റെ 3 zeros 9000ൻ്റെ 3 zeros ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 100/9 പ്ലസ് ഇവിടെ നോക്കുക 8000ൻ്റെ 3 zeros ഇവിടുത്തെ 3 zeros ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10 into 8/9 പ്ലസ് അഗെയിൻ ഹാഫ് ഇൻറ്റു ഇവിടെ 8000ൻ്റെ 3 zeros ഇവിടുത്തെ 3 zeros ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8/9 into 90. സോ ഇവിടെ നമ്മൾ നോക്കാം 9 and 90 can cancel for 10. 10 into 8 is 80/2. ദാറ്റ് ഈസ് ഇത്രയും ടേം എന്തായിട്ട് കിട്ടും? 40 ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നോക്കുക 8ഉം 9ഉം നിയർ ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. സോ ഓൾമോസ്റ്റ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുന്ന പോയിട്ടായിട്ട് നമുക്ക് എടുക്കാം. സോ ഇവിടെ കിട്ടുന്ന ആൻസർ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 10 ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 100ഉം 9ഉം ആണുള്ളത്. 99 ആണ് കിട്ടുന്നതെങ്കിൽ 99/9 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 11 ആയിരുന്നു. സോ ഈ ആൻസറും അപ്രോക്സിമേറ്റ്ലി എത്ര ആയിരിക്കും? 11 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ ഇവിടെ നോക്കുകയാണെങ്കിൽ 40 + 10 is 50. 50 + 11 is 61. അപ്രോക്സിമേറ്റ്ലി എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 61% ആണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഓപ്ഷൻസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ അല്ലാതെയും ചെയ്യാം. എന്താണ്? യൂണിറ്റ് ജനറേറ്റർ നമുക്ക് ഈ ഒരു ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം. പക്ഷേ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് മതി? അപ്രോക്സിമേറ്റ് മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ഡു ഫോർ കോമ്പറ്റീറ്റീവ് എക്സാം. കോമ്പറ്റീറ്റീവ് എക്സാമിന് നമ്മൾ ആൻസർ അക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിരിക്കണം, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനും സാധിക്കണം. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ സോൾവ് വെരി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഈ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്താണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ലെറ്റ് us move on to question number 15. Move on to question number 15. So question number 15ൽ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ഡൈവേഴ്സിറ്റി ഫാക്ടർ? ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് കൺസ്യൂമർ ഡിവൈഡഡ് ബൈ സിസ്റ്റം മാക്സിമം ഡിമാൻഡ്. അതായത് ഒരു സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു 3 ലോഡ് പോകുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യാം. സോ സപ്പോസ് ഇറ്റ് ഈസ് ലോഡ് 1, ദിസ് ഈസ് ലോഡ് 2 ആൻഡ് ദിസ് ഈസ് ലോഡ് 3. ഇങ്ങനെ 3 ലോഡ്സ് പോകുന്നുണ്ടായിരുന്നെങ്കിൽ ലോഡ് 1ൻ്റെ മാക്സിമം ഡിമാൻഡ് MD1, ലോഡ് 2ൻ്റെ മാക്സിമം ഡിമാൻഡ് MD2, ലോഡ് 3യുടെ മാക്സിമം ഡിമാൻഡ് MD3 ആയിരുന്നു. സബ്സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് MDS ആയിരുന്നെങ്കിൽ വാട്ട് വിൽ ബി ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ? സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ദാറ്റ് ഈസ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് MD1 + MD2 + MD3. സോ MD1 + MD2 + MD3 divided by maximum demand of the station, that is MDS. ഇങ്ങനെ ഒരു റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ ദിസ് റേഷ്യോ ഈസ് നോൺ ആസ് ദി ഡൈവേഴ്സിറ്റി ഫാക്ടർ.
സോ ഈ ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്താണ് സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ കൂടുതലാണ് മാക്സിമം ഡിമാൻഡ് ഓഫ് സ്റ്റേഷനിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ കൂടുതലായിരിക്കും 1ൽ കൂടുതലായിരിക്കും. എൻറ്റയർ ടേംസ് നമ്മൾ പഠിച്ചപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ, ലോഡ് ഫാക്ടർ ഒക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ എല്ലാ ടേംസും എന്തിൽ കുറവായിരുന്നു 1ൽ കുറവായിരുന്നു. ഒരേ ഒരു ടേം മാത്രമേ 1ൽ കൂടുതലായിട്ട് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ. വെരി ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കുക. 1ൽ കൂടുതൽ വാല്യൂ വരുന്ന ഫാക്ടറാണ് എന്ത് ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 16. സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് എ പവർ സിസ്റ്റം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് കിട്ടുന്നത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും എന്താണ് ലെസ് ദാൻ 1 ആണ്. കാരണം എന്താണ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും മാക്സിമം ഡിമാൻഡ്സ് ഓഫ് സ്റ്റേഷനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1ൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ലെറ്റ് us മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 17. The diversity factor into maximum demand is, diversity factor into maximum demand എന്താണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. സോ ഇവിടെ മാക്സിമം ഡിമാൻഡ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് മാക്സിമം ഡിമാൻഡ് ഓഫ് ദി സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ് ആണ് ഇവിടെ പ്രോബ്ലത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താണ് MD1 + MD2 + MD3 ഓൾ ഡിവൈഡഡ് ബൈ MDS ആയിരുന്നു ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ഓഫ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സം ഓഫ് കൺസ്യൂമർ മാക്സിമം ഡിമാൻഡ്സ് MD1 + MD2 + MD3 അങ്ങനെയുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. അഗൈൻ ഇത് എന്തിൻ്റെ ബേസിൽ തന്നെയാണ് ഇക്വേഷൻ്റെ ബേസിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ഡെയിലി എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ തെർമൽ പവർ സ്റ്റേഷൻ ഈസ് 720 MWh at load factor of 0.6. What is the maximum demand of the station? So load factor തന്നിട്ടുണ്ട്, മാക്സിമം ഡിമാൻഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? ദിസ് ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഡെയിലി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 hours ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 720 MWh by 24 hours. സോ ഇവിടെ നോക്കുക 720യും 24ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. സോ 30 MWh ആണ് നമ്മുടെ 30 മെഗാവാട്ട് ആണ് നമ്മുടെ എന്ത് ആവറേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ ആവറേജ് ഡിമാൻഡ് ബൈ ലോഡ് ഫാക്ടർ. സോ ആവറേജ് ഡിമാൻഡ് ഇവിടെ കിട്ടിയത് 30 ആയിരുന്നു. 30 മെഗാവാട്ട് ഡിവൈഡഡ് ബൈ ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.6 ആണ്. ഇഫ് ഐ മൾട്ടിപ്ലൈയിങ് ബൈ 10 ഹിയർ 300 by 6 ആൻസർ വിൽ ബി 50 മെഗാവാട്ട്. യൂണിറ്റ് ശ്രദ്ധിക്കുക, ഇവിടെ മെഗാവാട്ടിലായിരുന്നു, അതുകൊണ്ട് തന്നെ ടോട്ടൽ ആൻസർ വിൽ ബി ഇൻ മെഗാവാട്ട്. ഫ്രം ദി ഓപ്ഷൻസ് ഐ ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ എ. സോ ഇവിടെയും ബേസിക് ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. എന്താണ്? ലോഡ് ഫാക്ടറിൻ്റെയും ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെ ഡെഫിനിഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഡെഫിനിഷൻ? നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഡിഫറെൻ്റ് ആണ്, ഡെഫിനിഷൻ പക്ഷേ ഡിഫറെൻ്റ് ആണ്. ഞാനത് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നത്. എന്താണ്? ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എത്ര എനർജിയാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നത് എത്ര എനർജിയാണോ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തത് ഡിവൈഡഡ് ബൈ എത്ര എനർജിയാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നത്. എപ്പോൾ? പ്ലാന്റിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഫുൾ അവേഴ്സ് ഒരു ഇയറിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 8760 അവേഴ്സും ഫുൾ പ്ലാന്റ് കപ്പാസിറ്റിയിൽ ആ പ്ലാന്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ആക്ച്വലി എത്ര എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൻ്റെ ആക്ച്വൽ ഡിവൈഡഡ് ബൈ ഐഡിയൽ കേസാണ് നമ്മുടെ കിട്ടുന്ന പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. സോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ്. അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ആവറേജ് ഡിമാൻഡ് ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ്, ദാറ്റ് ഈസ് 8760 അവേഴ്സ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ എനർജി ദാറ്റ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എത്രയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യാവുന്നത്?
പ്ലാന്റ് കപ്പാസിറ്റി ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫുൾ കപ്പാസിറ്റിയിൽ 8760 അവേഴ്സും ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എത്രയാണോ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യാവുന്നത്. സോ ഇവിടെ 8760 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ ഫോർ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എ ആണെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്, ഈ ഒരു ഇക്വേഷൻ ആണ്. ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ഒരു ഇക്വേഷൻ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ്, നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏത് ആൻസർ ആണ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഓരോ ടേമിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞാൽ മതി. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇനി യൂട്ടിലൈസേഷൻ ഫാക്ടർ, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നെന്നാണ് പറഞ്ഞത്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഇനി ഈ രണ്ട് ടേമും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇഫ് ഐ എം മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 വിത്ത് ഇക്വേഷൻ 2, വാട്ട് ഐ വിൽ ഗെറ്റ്, ലോഡ് ഫാക്ടർ ഇൻറ്റു പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഇവിടെ മാക്സിമം ഡിമാൻഡ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു അല്ലേ. സോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഇക്വേഷൻ. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, കപ്പാസിറ്റി ഫാക്ടർ ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു യൂട്ടിലൈസേഷൻ ഫാക്ടർ. സോ ഓരോ ടേമിൻ്റെ ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. Moving on to question number 21. Utilization factor is defined as the ratio of, utilization factor എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ, എന്താണ്, മാക്സിമം ഡിമാൻഡ് ടു പ്ലാന്റ് കപ്പാസിറ്റി, മാക്സിമം ഡിമാൻഡ് ടു ദ റേറ്റഡ് പ്ലാന്റ് കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 22. Moving on to question number 22. A thermal generating station has installed capacity of 15 megawatt and supplies a daily load of 10 megawatt for 12 hours and 5 megawatt for remaining 12 hours. The planned capacity factor for the station is, planned capacity factor ആണ് ചോദിച്ചിരുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായിരുന്നു പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ? ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ കിട്ടും. സോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി. ഇവിടെ ആവറേജ് ഡിമാൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാട്ട് വിൽ ബി ദ ആവറേജ് ഡിമാൻഡ്? ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് ലോഡ് കർവ് തന്നിട്ടുണ്ടല്ലേ, 15 മെഗാവാട്ട് ഫോർ 15 megawatt installed capacity of 15 megawatt and supplies a daily load for 10 megawatt for 12 hours, 5 megawatt for remaining 12 hours അല്ലേ. സോ ടോട്ടൽ എനർജി കൺസ്യൂംഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 into 12 plus again 5 into 12 ഡിവൈഡഡ് ബൈ ഡെയിലി ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ 12 പുറത്തെടുക്കുകയാണെങ്കിൽ 12 by 24 into 10 plus 5 is 15. So this will be 15 by 2 equal to 7.5 megawatt. Average demand നമുക്ക് കിട്ടി 7.5 megawatt ആണ്. 7.5 megawatt divided by പ്ലാന്റിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 megawatt ആണ്. So megawatt and megawatt will cancel. 7.5 15 will cancel. Answer will be 0.5 or 50%. Option D will be the correct answer. Direct equation ആണ് plant capacity factor equal to average demand by plant capacity. Let us move on to question number 23. Question number 23 എന്താണ് ചോദിച്ചിരിക്കുന്നത്? A power generation station has a maximum demand of 1000 megawatt, annual load factor is 75% and plant capacity factor is 60%. Calculate the reserve capacity. So ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ്, whenever ഷോർട്ട് മെത്തേഡ് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഷോർട്ട് മെത്തേഡ് മാത്രം ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്തായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം ഡിമാൻഡാണ് തന്നിരിക്കുന്നത് അല്ലേ. ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരുന്നു ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്? ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം
ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഡിമാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആവറേജ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. ലോഡ് ഫാക്ടർ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 75% ആണ്. ഇൻറ്റു 1000, 0.75 ഇൻറ്റു 1000 മെഗാവാട്ട് നമ്മൾ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആവറേജ് ഡിമാൻഡ് ആസ് ദി 750 മെഗാവാട്ട് ആയിട്ട് നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് അറിയാം പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എത്രയാണ്? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണ്. സോ ഇവിടെ നിന്ന് പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ആണെന്ന് പറയാം. സോ 750 ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് 0.6. സോ ഇവിടെ നിന്ന് നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റിയും കിട്ടി. ഇനി പ്ലാന്റ് കപ്പാസിറ്റിയും കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് റിസർവ്ഡ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് ദി മാക്സിമം ഡിമാൻഡ്. ഇതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസർവ്ഡ് കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുന്നത്. സോ ഇവിടെ വാല്യൂസ് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. പക്ഷേ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് നമുക്ക് ഇതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഷോർട്ട് കട്ട് മെത്തേഡ്? We have to, whenever maximum demand is given, load factor and capacity factor is given, and they are asking for reserved capacity. Reserved capacity is equal to maximum demand into higher term, that is higher term എന്ന് പറയുന്നത് load factor ആണ്. Load factor minus plant capacity factor by lower value, that is plant capacity factor. So this is equal to maximum demand is 1000. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇവിടെ 75 ആയിരുന്നു. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 60 ആണ്. 75 മൈനസ് 60 ഈസ് ഈക്വൽ ടു 15 ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 60 ആയിരുന്നു. സോ ഇഫ് ഐ ആം ക്യാൻസലിംഗ് ഐ വിൽ ഗെറ്റ് 1/4 ഹിയർ. 4 and 1000 will cancel. I will directly get the 250 megawatt here. So ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു വേറെ ഒരു ഇക്വേഷനിലും പോകണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനക്കണക്കായിട്ട് തന്നെ ആൻസറിലേക്ക് എത്താം. ആൻസർ വിൽ ബി ഓപ്ഷൻ എ, 250 megawatt. So moving on to question number 24. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? റിസർവ്ഡ് കപ്പാസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. റിസർവ്ഡ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റിസർവ്ഡ് കപ്പാസിറ്റി ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട് 500 മെഗാവാട്ട് ആണ്. ലോഡ് ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറുമാണ് തന്നിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 50 മൈനസ് 40 ഈസ് 10 ഡിവൈഡഡ് ബൈ ലോവർ വാല്യൂ ഓർ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് 40. So answer will be 10 and 10 will cancel. 500 by 4, 500ന്റെ പകുതി 250, 250യുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 125 മെഗാവാട്ട്. സോ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാം. ഓപ്ഷൻ എ, 125 മെഗാവാട്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നോർമൽ കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം നമുക്ക് എടുക്കും. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 25. അഗെയിൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ്ഡ് കപ്പാസിറ്റി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? റിസർവ്ഡ് കപ്പാസിറ്റി ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് അഗെയിൻ എത്രയാണ് തന്നിരിക്കുന്നത്? 30 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ലോഡ് ഫാക്ടർ ആൻഡ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് 10% ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് 50%. സോ 30 by 5 answer will be 6 megawatt. So simply answer will be option C, 6 megawatt. നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്ന അവേഴ്സിലല്ല 100%ലാണ് തന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ എടുക്കാം. സോ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതേ വാല്യൂസ് തന്നെ നമുക്ക് എടുക്കാം. സോ ലെറ്റ് us calculate the total energy or total number of units by simply calculating the area under the load curve. Area under load curve എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. അതേ ഡിവൈഡ് ബൈ ടൈം ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് കിട്ടും. സോ ലെറ്റ് us calculate the average demand as the units generated divided by the time duration. Here units generated എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ അണ്ടർ ദ കർവ് അല്ലേ? ഏരിയ അണ്ടർ ദ കർവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഞാൻ ഈ ഒരു റെക്ടാങ്കുലർ ഏരിയ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഐ ആം കാൽക്കുലേറ്റിംഗ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദ ടോട്ടൽ ഏരിയ. സോ ഇവിടെ റെക്ടാങ്കുലർ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 50 into 100. സോ 50 into 100 പ്ലസ് what is the area of triangle? Half into b into h. So half into ബേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 100 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്?
ഹൈറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് 50, ദിസ് ഈസ് 90, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 ആയിരിക്കും ഇവിടുത്തെ ഹൈറ്റ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ ദ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്? 100 തന്നെയാണ് അല്ലേ? 100 ആണ് ടൈം ഡ്യൂറേഷൻ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 50 പ്ലസ് 100 and 100 വിൽ ക്യാൻസൽ. ഇവിടെ 100ഉം 100ഉം ക്യാൻസൽ ചെയ്യാം. 40 by 2 is 20. This will be equal to 70 megawatt. So 70 megawatt ആണ് ആവറേജ് ഡിമാൻഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഒരു ട്രപ്പിസോയിഡൽ ബേസ്ഡ് ഷേപ്പിലുള്ള ഒരു ലോഡ് കർവ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ മറ്റൊരു മെത്തേഡും ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഈ ടോപ്പ് വാല്യൂവും ഈ വാല്യൂ, അതായത് ട്രയാങ്കിളിൻ്റെ ടോപ്പ് വാല്യൂ റെക്ടാങ്കിളിൻ്റെ ടോപ്പ് വാല്യൂ നമ്മൾ നോക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ആവറേജ് എടുത്താലും മതി. സോ 90 പ്ലസ് 50 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 140 ആയിരിക്കും. 140യുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. സോ സിംപ്ലി നമ്മൾ കാൽക്കുലേഷൻ ഒന്നും പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 90യുടെയും 50യുടെ ആവറേജ് എടുത്താലും നമുക്ക് എന്തേ കിട്ടുള്ളൂ? 70 മെഗാവാട്ട് തന്നെ, അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് തന്നെ കിട്ടും. ഓൺലി ഇഫ് എങ്ങനെയാണ്? ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലായിട്ടുള്ള ലോഡ് കർവ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ് us find out the average demand. ഇനി എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റിസർവ്ഡ് കപ്പാസിറ്റി ആണ്. തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ ആണ് അല്ലേ? സോ പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ബൈ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി ഓർ പ്ലാന്റ്. സോ ഇവിടെ നിന്ന് പ്ലാൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് എഴുതാം. ആവറേജ് ഡിമാൻഡ് എന്ന് പറയുന്നത് 70 മെഗാവാട്ട് ആണെന്ന് നമുക്ക് കിട്ടി. ബൈ പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 70% ആണ്, അല്ലെങ്കിൽ 0.70 ആണ്. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് കിട്ടി എന്താണ്? പ്ലാൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് കിട്ടി എത്രയാണ്? 100 ആണ് നമുക്ക് കിട്ടി. 100 മെഗാവാട്ട് ആയിട്ട് കിട്ടി. What is the equation for reserved capacity? Reserved capacity is the difference between planned capacity and the maximum demand. So planned capacity എന്ന് പറയുന്നത് 100 ആയിരുന്നു. 100 മൈനസ് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ലോഡ് കർവിൻ്റെ പീക്ക് പോയിന്റ് ആണ്. ദാറ്റ് ഈസ് 90. 100 മൈനസ് 90 ആൻസർ വിൽ ബി 10 മെഗാവാട്ട്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഇക്വേഷൻസിൻ്റെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് നമുക്ക് ടൈം ഇൻ അവേഴ്സിന് പകരം പെർസെൻറ്റേജ് ഓഫ് ടൈം ആയിരുന്നു തന്നിരുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുക. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പേഴ്സൻ്റ് ഏത് യൂണിറ്റിലാണെങ്കിലും ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം യൂണിറ്റ് വരുന്നതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു പോകും. നെറ്റ് ആവറേജ് ഡിമാൻഡ് നമുക്ക് ഏത് യൂണിറ്റിലാണോ ഇവിടെ തന്നിരിക്കുന്നത്, മെഗാവാട്ടിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ആവറേജ് ഡിമാൻഡ് വിൽ ബി ഇൻ മെഗാവാട്ട്. സോ നമ്മളൊരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പെർസെൻറ്റേജ് ടൈം തന്നിരിക്കുന്നത്. ബേസിക് ഇക്വേഷൻസ് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ ആൻസർ ഇവിടെ എത്രയായിരുന്നു? 10 മെഗാവാട്ട് ആയിരുന്നു നമുക്ക് ആൻസർ. കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 10 മെഗാവാട്ട് ആയിരുന്നു ആൻസർ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 27. If the rated planned capacity and maximum load of the power station are equal, then ഏതൊക്കെ ടേംസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ടേം എന്താണ്? റേറ്റഡ് പ്ലാൻ കപ്പാസിറ്റി ആൻഡ് മാക്സിമം ലോഡ് ഓഫ് ദി സ്റ്റേഷൻ ആർ ഈക്വൽ. പ്ലാൻഡ് കപ്പാസിറ്റിയും മാക്സിമം ലോഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡും എന്താണ്? ഈക്വൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ലോഡ് ഫാക്ടർ ഈസ് ഡിമാൻഡ് ആസ് ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്. സോ ഇവിടെ ആവറേജ് ഡിമാൻഡും മാക്സിമം ഡിമാൻഡും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ലോഡ് ഫാക്ടർ എന്താണെന്ന് പറയാൻ പറ്റില്ല, യൂണിറ്റി ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. സോ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കപ്പാസിറ്റി ഫാക്ടർ യൂണിറ്റി ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ? പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ, സോ പ്ലാൻഡ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാൻഡ് കപ്പാസിറ്റി. ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? പ്ലാൻഡ് കപ്പാസിറ്റി മാക്സിമം ഡിമാൻഡും ആണ് ഈക്വൽ ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഈ ഒരു ടേം എന്തല്ല? ഈക്വൽ ടു 1 അല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്ത മൂന്നാമത്തെ ടേം എന്താണ് ചോദിച്ചിരിക്കുന്നത്? കപ്പാസിറ്റി ഫാക്ടർ യൂണിറ്റി എന്ന് പറയുന്ന ടേം എന്താണ്? തെറ്റാണ്. യൂട്ടിലൈസേഷൻ ഫാക്ടർ യൂണിറ്റി ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ യൂട്ടിലൈസേഷൻ ഫാക്ടർ? പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ടു പ്ലാൻഡ് കപ്പാസിറ്റി. മാക്സിമം ഡിമാൻഡ് ടു പ്ലാൻഡ് കപ്പാസിറ്റി. ഈ ഒരു ടേം നോക്കുക, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ടേം എന്തായിട്ട് മാറും?
1 ആയിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെ 3 എന്ന് പറയുന്നത് എന്താണ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്യാം. ലോഡ് ഫാക്ടർ ആൻഡ് കപ്പാസിറ്റി ഫാക്ടർ ഈക്വൽ. ഇവിടെ ലോഡ് ഫാക്ടറും കപ്പാസിറ്റി ഫാക്ടറും നോക്കുക. ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണ്. പ്ലാന്റ് കപ്പാസിറ്റി ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ്, അതായത് ഈ രണ്ട് ഡിനോമിനേറ്റർ ടേമും ഈക്വൽ ആണെങ്കിൽ ന്യൂമറേറ്റർ ഓൾറെഡി ഈക്വൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ലോഡ് ഫാക്ടർ വിൽ ബി ഈക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയാം. സോ 4 എന്താണ് കറക്റ്റ് ആണ്. സോ ഇതിൽ നിന്ന് ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്നായിരുന്നു, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നായിരുന്നു ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാം, 3ഉം 4ഉം മാത്രമേ എന്തായിട്ടുള്ളൂ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. 3 and 4 ആർ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ നമുക്കൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്താണ്, നമ്മളൊരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു പോയിട്ട് കൊണ്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, ഈ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ ബേസ് വളരെ കറക്റ്റായിട്ട് ഓരോ ടേംസും എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ക്ലാസ്സിൽ പലതവണ സ്ട്രെസ് ചെയ്ത് പറഞ്ഞാണ്, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പഴയ ഗൈഡ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് അതിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, ബേസിക്കലി ടെക്നിക്കൽ കോമ്പറ്റീറ്റീവ് എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, ബേസ് ക്ലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇൻസ്പെക്ടറേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഞാൻ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഇൻസ്പെക്ടറേറ്റ് ലെവൽ ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ ലെവലെന്ന് പറയുന്നത് എന്താണ്, ഓരോ ഇൻക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ. സോ ഒരിക്കലും നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എന്തിൽ ലിമിറ്റ് ചെയ്യാൻ പാടില്ല, ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലെവലിൽ മാത്രം ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഗേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ 1 മാർക്ക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, SSC JEയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറയുന്നതാണ്. അതുതന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ നമുക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ് us move on to question number 28. In order to have the lower cost of power generationലെ ഏറ്റവും കോസ്റ്റ് മിനിമം ആയിരിക്കണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് മാക്സിമം ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്, ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും എന്തായിരിക്കണം, രണ്ടും മാക്സിമം വാല്യൂ ആയിരിക്കണം. ഓപ്ഷൻ ബി, ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും മാക്സിമം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ലോവർ കോസ്റ്റ് ഓഫ് പവർ ജനറേഷൻ പോസിബിൾ ആവുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്, ലോഡ് ഫാക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, മാക്സിമം ഡിമാൻഡും ആവറേജ് ഡിമാൻഡും ഈ ഓൾമോസ്റ്റ് ഈക്വലായി വരുമ്പോഴാണ് എന്ത് വരുന്നത്, ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റിയോട് വരുന്നത്. അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു കർവ് വരുന്ന സമയത്തോടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലോഡ് ഫാക്ടർ യൂണിറ്റി ആയിട്ട് വരുന്നതെന്ന് നമ്മൾ കണ്ടു. സോ യൂണിഫോം ആയിട്ടുള്ള ഒരു ലോഡ് കർവാണ് നമുക്ക് എപ്പോഴും ഡിസൈറബിൾ. ഒരു മോർണിംഗ് പീക്ക്, ഈവനിങ് പീക്ക്, എന്നാൽ പകൽ സമയത്ത് നമുക്ക് തീരെ ലോഡില്ല, അങ്ങനെ ഒരു ടേമിനേക്കാൾ കൂടുതൽ നല്ലത് എന്താണ്, എപ്പോഴും നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലോഡ് നിൽക്കുന്നതാണ് പവർ സിസ്റ്റത്തിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ജനറേഷൻ നമ്മൾ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം, ഹൈ ആയിരിക്കണം. ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ കേസും ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയും ഡൈവേഴ്സായിട്ട് ലോഡ് വരുന്നോ അത്രയും നമുക്ക് എന്താണ്, നല്ലതാണ്. അത്രയും ഡൈവേഴ്സായിട്ട് ലോഡ് വരുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. സോ ദാറ്റ് ഈസ് വൈ സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ലോഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൽ കൂടുതലായിരിക്കണം, മാക്സിമം ഡിമാൻഡ്സ് ഓഫ് സ്റ്റേഷനേക്കാൾ എത്രയും കൂടുതലായിരിക്കുന്നോ അത്രയും നമുക്ക് എന്താണ്, കോസ്റ്റ് ഓഫ് ജനറേഷൻ കുറയ്ക്കാൻ സാധിക്കും. സോ ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ 28. Moving on to question number 29. The generating station has a planned capacity of 200 megawatt. Its daily load curve is given below. Reserved capacity of plant ആയിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് കർവൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ബേസിക്കായിട്ട് ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് പ്ലാന്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. കർവിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്, മാക്സിമം ഡിമാൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് 150. എന്തായിരുന്നു റിസർവ്ഡ് കപ്പാസിറ്റി? റിസർവ്ഡ് കപ്പാസിറ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് ദി മാക്സിമം ഡിമാൻഡ്. സോ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200
മൈനസ് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 150. ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടി 50 മെഗാവാട്ട്. സോ ഒരുപാട് ഡേറ്റാസ് തരുമെങ്കിലും ചിലപ്പോൾ നമുക്ക് അതൊന്നും ആവശ്യമായിട്ട് വരില്ല. സിംപ്ലി നമുക്ക് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ലെറ്റ് us move on to question number 30. സെയിം ലോഡ് കർവ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇത്തവണ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫോർ ദ പ്ലാൻ ലോഡ് ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം ലോഡ് കർവ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ലോഡ് ഫാക്ടർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ? ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് അല്ലേ. സോ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആവറേജ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ലോഡ് കർവ് എടുത്താൽ മതി. ഏരിയ അണ്ടർ ലോഡ് കർവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ്സ് ജനറേറ്റഡ് കിട്ടും. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ അവേഴ്സ് ദാറ്റ് ഈസ് 24 ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ഡിമാൻഡ് കിട്ടും. ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 150 തന്നെയാണ്. ഇവിടെ നമ്മൾ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ഈസ് 1 സെക്ഷൻ, this is another rectangular section and this is the triangular section. So ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 22 into 100 that is 2200 പ്ലസ് ഈ ഒരു റെക്ടാങ്കുലർ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ബേസ് എന്ന് പറയുന്നത് 10ഉം 18ഉമാണ്. സോ ഇതെന്ന് പറയുന്നത് 8 ആയിരിക്കും. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 150 100ഉമാണ്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. 50 into 8 സോ 50 into 8 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കുക. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. സോ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് ഇവിടെ നോക്കുക. ഇവിടെ കിട്ടുന്ന വാല്യൂ 5 ആണ്. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. സോ 10 - 5 എന്ന് പറയുന്നത് 5 ആയിരിക്കും ഇവിടുത്തെ ബേസ്. ഹൈറ്റ് എന്ന് പറയുന്നത് 50 തന്നെയാണ്. സോ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 24 അവേഴ്സ് അല്ലേ. കാരണം ഡെയിലി ലോഡ് കർവാണ്. മാക്സിമം ഡിമാൻഡ് തന്നിരിക്കുന്നത് 150 ആണ്. സോ ഇവിടെ നമുക്ക് ഓരോ ടേമായിട്ട് ഇൻഡിവിജ്വലി മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ആൻസർ വേണമെങ്കിലും ചെയ്യാം. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എക്സാക്റ്റ് വേണമെങ്കിൽ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ ലോഡ് ഫാക്ടർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എനർജി കൺസ്യൂംഡ് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്രോക്സിമേഷൻ നമുക്ക് ചെയ്യാം. സപ്പോസ് ഇവിടെ 24 പകരം 25 ആയിരുന്നു വരുന്നതെങ്കിൽ ഐ ക്യാൻ കട്ട് ദിസ് വിത്ത് 100 അല്ലേ. 4 into 25 ആണ് 100 വരിക. സിമിലർലി 50 എന്ന് പറയുന്നത് എത്രയാണ്? 2 into 25 ആണ്. ഇവിടെയും 50 എന്ന് പറയുന്നത് 2 into 25 ആണ്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 22 into 4 പ്ലസ് 2 into 8 എന്ന് പറയുന്നത് 16 ആണ്. പ്ലസ് ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് റിമൈനിങ് നമുക്ക് 5 വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ 150. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ 88 പ്ലസ് 16 പ്ലസ് 5 വരുന്നുണ്ട്. 109 ബൈ 150 വരുന്നുണ്ട്. സോ എഗെയിൻ ഇതെന്ന് പറയുന്നത് എന്താണ്? അപ്രോക്സിമേറ്റഡ് ആൻസർ ആയിരിക്കും. എഗെയിൻലി എക്സാക്റ്റ് ആൻസർ ആയിരിക്കില്ല, അപ്രോക്സിമേറ്റ് ആൻസർ ആയിരിക്കും. സോ ഇവിടെ ഈ ഒരു ആൻസർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി ഏതാണ്? 109 ബൈ 150 ആണ് അല്ലേ. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഒരു 100 ആയിരുന്നു നമുക്ക് കിട്ടുന്നതെങ്കിൽ 2/3 ആയിരുന്നു ആൻസർ വരുന്നതെന്ന് പറയാം അല്ലേ. 2/3 എന്ന് പറയുന്നത് എത്രയാണ്? 0.6 വന്നേനെ. ഇനി സപ്പോസ് ഇതൊരു 120 ആയിരുന്നു വരുന്നതെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12/15 എന്ന് പറയുന്നത് 0.8ലേക്ക് പോയേനെ. സോ ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇതിനും ഇടയ്ക്കാണെന്ന് മനസ്സിലായി. ഒരു 0.8നും 0.66നും ഒക്കെ നിയറായിട്ട് ഇടയ്ക്ക് വരുന്ന ഒരു ആൻസർ ആയിരിക്കും. സോ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 0.75 ആണ് ആൻസർ എന്ന് മനസ്സിലായി. സോ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താവുന്നതാണ്. സോ എക്സാക്റ്റ് വാല്യൂ ചെയ്യണം നിർബന്ധമില്ല. ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എവിടെയാണെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടും? നിയർലി 0.75 തന്നെ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താവുന്നതാണ്. So moving on to question number let us move on to question number 31. A generating station has planned capacity of 200 megawatt. Its daily load curve is given below. For the planned capacity factories, same load curve തന്നെയാണ് തന്നിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇത്തവണ? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ആണ് അല്ലേ. ആവറേജ് ലോഡ് നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഈ സെയിം പ്രോബ്ലം തന്നെയാണ്, ഞാൻ അത് വീണ്ടും ചെയ്യുന്നില്ല. ആവറേജ് ലോഡ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്? ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 109 നിയർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരുന്നത്. സോ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി?
പ്ലാന്റ് കപ്പാസിറ്റി ചെയ്താൽ മതി. എത്രയായിരുന്നു പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? 200 ആണ് അല്ലേ? സോ 109/200. സോ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് 109 ഡിവൈഡഡ് ബൈ 200. സോ 109 ഡിവൈഡഡ് ബൈ 200 നമുക്ക് 110 ആയിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? 110. നിയർലി എന്ന് പറയുന്നത് 110 ആണ് അല്ലേ? നിയർലി 110/200 ആണ്. 110/2 എന്ന് പറയുന്നത് 55 ആണ്. 55 2 zeros നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 0.55. സോ ആൻസർ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 0.55 ആണ്. അഗൈൻ ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിൻ്റെ സെയിം ഡേറ്റ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് ഏരിയ ഡിവൈഡഡ് ബൈ 24 എന്നുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. അഗൈൻ ഇതും എന്താണ്? അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ ചെയ്തതാണ്, എങ്കിൽ പോലും ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? എക്സാക്റ്റ് വാല്യൂവിൽ നിയർ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് ഇവിടെ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 32. സെയിം ഡേറ്റ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്ലാന്റ് യൂസ് ഫാക്ടർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെയിം ഡേറ്റ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, പ്ലാന്റ് യൂസ് ഫാക്ടർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് പ്ലാന്റ് യൂസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ? പ്ലാന്റ് യൂസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, ക്ലാസ് റൂമിൽ പഠിച്ചിരുന്നു. എന്തായിരുന്നു പ്ലാന്റ് യൂസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ? വിച്ച് ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് ജനറേറ്റഡ് or energy generated in whatever time. ഇവിടെ 24 ഹവേഴ്സിലാണ് ടൈം തന്നിരിക്കുന്നതെങ്കിൽ ലോഡ് കർവിൻ്റെ ടൈം എത്രയാണോ തന്നിരിക്കുന്നത് അത്രയും 24 ഹവർ ആണെങ്കിൽ 24 ഹവർ എടുക്കുക. 1 ഇയറിലേക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ അത്രയും ഹവേഴ്സ് തന്നെ എടുക്കുക. ദാറ്റ് ഈസ് 8760 ഹവേഴ്സ് എടുക്കുക. സോ യൂണിറ്റ് ജനറലി നമ്മൾ പറയുമ്പോൾ യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ ടി ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ടി ഹവേഴ്സ് എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ദ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ഓപ്പറേറ്റിംഗ് hours. സോ ഇവിടെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര അവർ ആണോ പ്ലാന്റ് ലോഡിലേക്ക് ഷെയർ ചെയ്തത്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 22 അവറിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലോഡ് സപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കി 2 അവർ എന്ത് ചെയ്യുന്നില്ല? ലോഡ് സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 22 ആയിട്ട് എടുക്കാം. ഇവിടെ യൂണിറ്റ്സ് ജനറേറ്റർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യൂണിറ്റ്സ് ജനറേറ്റർ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ലോഡ് കർവ് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 100 × 22, ദാറ്റ് ഈസ് ഈക്വൽ ടു 2200 പ്ലസ് ഈ ഒരു റെക്റ്റാങ്കുലർ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ കിട്ടുന്ന ബേസ് എന്ന് പറയുന്നത് 18 - 10 എന്ന് പറയുന്നത് 8 ആണ്. 150 - 50 എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ ഇവിടെ 50 കിട്ടും. സോ 8 × 50 ഈസ് ഈക്വൽ ടു 400 നമുക്കിവിടെ കിട്ടി. ഇനി ഈ ഒരു ട്രയാങ്കുലർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ 5 ആണ് നമ്മുടെ ബേസ് കിട്ടുന്നത്. 10 - 5 ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ്. 5 × 50 എന്ന് പറയുന്നത് 250/2, ദാറ്റ് ഈസ് 125 ആണ് നമുക്കിവിടെ കിട്ടുന്ന ഏരിയ. ടോട്ടൽ ഏരിയ നമ്മളിത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2725 ആണ് ടോട്ടൽ ഏരിയ അണ്ടർ ദി ലോഡ് കർവായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു യൂണിറ്റ്സ് ജനറേറ്റഡ് എന്ന് പറയുന്നത് എപ്പോഴും കിലോ വാട്ട് അവറിൽ തന്നെ നമ്മൾ എടുക്കണം. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് മെഗാവാട്ട് അവറിലാണ്. സോ ആൻസർ വിൽ ബി 2725 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 മെഗാവാട്ട് ആണ്. സോ 200 × 10⁻³ കിലോ വാട്ട്. സോ ഇവിടെയും കിലോ വാട്ട് അവർ ആണ്, കിലോ വാട്ടായി. ഇൻറ്റു ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 22 അവേഴ്സ് ആണ്. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാന്റ് യൂസ് ഫാക്ടർ കിട്ടും. റേഷ്യോ ആയിട്ടാണ്, പെർസെൻറ്റേജിലല്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. സോ ആൻസർ വിൽ ബി, ഇവിടെ നോക്കുക, 100 കൊണ്ട് ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി 27.25/2 × 22 എന്ന് പറയുന്നത് 44 ആണ്. സോ ഇവിടെ 0.25 ആയതുകൊണ്ട് തന്നെ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 27/44 പകരം 45 ആയിരുന്നു വരുന്നെങ്കിൽ നിയർലി ആൻസർ എത്ര വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ എത്ര വരും? 45 ആയിരുന്നെങ്കിൽ ആൻസർ എത്ര വന്നത്? 9 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 9 × 3 ആണ് 27. സോ ഇവിടെ 9 × 5 ആണ്. 5/3 എന്ന് പറയുന്നത് 6/10 ആണ്. ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.6 എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് കിട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഇതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇതുപോലെ അപ്രോക്സിമേറ്റ് ചെയ്ത് ആൻസറിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഓപ്ഷൻ ഡി 0.6 വിൽ ബി ദ ആൻസർ. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 33.
33 ക്വസ്റ്റിനും എന്താണ് സെയിം ഡേറ്റ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, സെയിം ലോഡ് കർവ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ടു പ്ലാൻഡ് കപ്പാസിറ്റി. മാക്സിമം ഡിമാൻഡ് ടു പ്ലാൻഡ് കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. പ്ലാൻഡ് യൂസ് ഫാക്ടറും പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടറും രണ്ടും രണ്ടാണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. വീണ്ടും അതൊന്നുകൂടി സ്ട്രെസ് ചെയ്യുന്നു, രണ്ടും തമ്മിൽ മാറിപ്പോവാനും പാടില്ല. മാക്സിമം ഡിമാൻഡ് ടു പ്ലാൻഡ് കപ്പാസിറ്റി എത്രയായിരുന്നു? മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്ന ക്വസ്റ്റിന് തന്നിരിക്കുന്നത് 150 ആണ് അല്ലേ. പീക്ക് പോയിന്റ് എന്ന് പറയുന്നത് 150 ആണ്, കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 ആണ്. സോ 150/200 150/200 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.75 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഓപ്ഷൻ സി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് പ്ലാൻഡ് യൂട്ടിലൈസേഷൻ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു 0.75. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 34. A generating station has a connected load. A generating station has a connected load of 500 megawatt and maximum demand of 300 megawatt. Units generated being 600 into 10 raised to 6 per annum. The load factor is, load factor ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? Load factor is given by average load or average demand to maximum demand. Average demand എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം തന്നിട്ടുണ്ട്. സോ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പെർ ഇയർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ ടൈം ഓഫ് എന്ന് പറയുന്നത് എത്ര എടുക്കണം? ഒരു വർഷത്തെ ഇയേഴ്സ് എടുക്കണം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 8760 ആണ്. ദാറ്റ് ഈസ് 24 into 365 ആണ് ഇൻറ്റു ദ മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 300 മെഗാവാട്ട് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യൂണിറ്റ്സ് ജനറേറ്റഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? കിലോ വാട്ട് അവറിലായിരിക്കും. യൂണിറ്റ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ കിലോ വാട്ട് അവേഴ്സിലായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? മെഗാവാട്ടിലാണ് തന്നിരിക്കുന്നത് അല്ലേ. സോ 300 എന്ന് പറയുന്നത് എത്രയാണ്? മെഗാവാട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം ഡിമാൻഡ്. സോ മെഗാവാട്ടിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 10⁻³ നമ്മൾ മാറ്റി നിർത്തി വേണം ചെയ്യാൻ, എങ്കിൽ മാത്രമേ ആൻസർ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. സോ ഇവിടെ ആ ഒരു ടേമാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. യൂണിറ്റ്സ് ജനറേറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളത്, ആൻസർ വിൽ ബി കിലോ വാട്ട് അവേഴ്സിലാണ്. സോ താഴെയുള്ള മാക്സിമം ഡിമാൻഡ് എന്തിൽ തന്നെ കൊടുക്കുക? കിലോ വാട്ടിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി പെർസെൻറ്റേജിലാണ് ആൻസർ വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5 maximum demand units generated being 600. Okay, 600 into 10⁻6 by 8760. ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് എടുത്താൽ മതി? 9000 ആയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താം, which is equal to 300 into 10⁻³ into 100. സോ ഇവിടെ നോക്കാം, 300ഉം 600ഉം നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സിമിലർലി 10⁻6ഉം 10⁻3യും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10⁻3 ഇവിടെ കിട്ടുന്നുണ്ട്. 10⁻3യും 3 zeros നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2 into 100/9 ആണ് നമുക്ക് കിട്ടി. 100/9 എന്ന് പറയുന്നത് എത്രയാണ്? 9 into 99/9 ആയിരുന്നെങ്കിൽ ദാറ്റ് വിൽ ബി 11. സോ ഇതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 11 ആണ്. 11 into 2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22%. 22% നിയറായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻസ് നമുക്ക് കിട്ടി 22.83. സോ കാരണം 8760ക്ക് പകരമാണ് ഞാൻ ഈ 9000 എടുത്തത്. സോ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ചുകൂടി ഹയർ ആയിരിക്കും. ഡിനോമിനേറ്റർ കുറച്ചുകൂടി ചെറുതായിരുന്നുകൊണ്ട് ആക്ച്വൽ ആൻസർ വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 22%. സോ ഫ്രം ദി ഓപ്ഷൻസ് ഐ ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ ഡി 22.83%. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബേസിക് ഈ ഒരു ഇക്വേഷൻ മാത്രം മതി ആൻസർ ചെയ്യാം. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 35. Maximum demand of generating station is 20 megawatt. If load factor is 40%, units generated per annum is equal to. So നമുക്കറിയാം എന്താണ് ലോഡ് ഫാക്ടർ ആണ് തന്നിരിക്കുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ലോഡ് ഫാക്ടർ? ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് എങ്ങനെ കിട്ടും? ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ചെയ്താൽ മതി. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 40% അല്ലെങ്കിൽ 0.4 ആണ്. മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20 മെഗാവാട്ട് ആണ്. ഇൻറ്റു 20
മെഗാവാട്ട്. സോ 20 × 4 എന്ന് പറയുന്നത് 2 × 4 എന്ന് പറയുന്നത് 8 മെഗാവാട്ട് നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ്സ് ജനറേറ്റഡ് ആണ് അല്ലേ. യൂണിറ്റ്സ് ജനറേറ്ററിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും കിലോ വാട്ട് അവേഴ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മെഗാവാട്ടിൽ കിട്ടിയ ആൻസറിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 10⁻³ കിലോ വാട്ട്. ഇനി ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, യൂണിറ്റ്സ് ജനറേറ്റഡ് ബൈ ഇവിടെ 1 ഇയറിലാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഇയർ ആണ്. യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ്, ദാറ്റ് ഈസ് 8760 അവേഴ്സ് ഇൻ ദ ഇയർ ഇൻറ്റു 8 × 10⁻³ കിലോ വാട്ട്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഇൻ അവേഴ്സ്. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് കിലോ വാട്ട് അവറിലേക്ക് തന്നെ പോകും. സോ ആൻസറിൻ്റെ എപ്പോഴും എന്തായിരിക്കും, യൂണിറ്റ്സ് ജനറേറ്റഡ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ യൂണിറ്റ്സ് generated is equal to 8 × 10⁻³ into 8760, that much kilowatt hours. സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞ് കിട്ടാൻ വേണ്ടി, എളുപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനെ 9000 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. സോ 8 × 9 എന്ന് പറയുന്നത് 72 വരുന്നുണ്ട്. 10⁻³ 10⁻³ കൂടെ വരുമ്പോൾ 10⁻6 കിലോ വാട്ട് അവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൽ കുറവായിരിക്കും അല്ലേ, നിയർ ടു 72 ആയിരിക്കും, പക്ഷേ ഇതിൽ ജസ്റ്റ് കുറവായിരിക്കും. കാരണം 8760 ആണ് ഞാൻ 9000 ആയിട്ട് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തു. സോ ഫ്രം ദി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ എന്താണ്, 70 × 10⁻6 ആണ് ഏറ്റവും നിയർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. സോ ഇങ്ങനെ നമുക്ക് അപ്രോക്സിമേഷൻ മെത്തേഡിൽ ആൻസർ കണ്ടുപിടിക്കാവുന്നത് ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സർപ്രൈസ് ടെസ്റ്റ് 1ൻ്റെ സൊല്യൂഷനാണ്. സോ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. വളരെ ചെറിയൊരു റീജിയൻ ആണെങ്കിൽ പോലും, ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും എത്രയും വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമ്മൾ കണ്ടു. ഇനി ഇൻ അഡീഷൻ ടു ദാറ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പുതിയതായിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ ചെറിയ പുതിയ പോയിന്റ്സ് ചോദിക്കുന്ന ഒരു ട്രെൻഡ് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഇവിടെ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിക്കാം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റും നമുക്ക് അതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. സോ ഞാനിവിടെ 1-2 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ദ മാസ് കർവ് റെപ്രസെൻറ്റ്സ്, മാസ് കർവ് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോർമലി എക്കണോമിക്സ് ഓഫ് ജനറേഷനിൽ പഠിക്കുന്നത് ലോഡ് കർവ് പഠിക്കുന്നുണ്ട്, ലോഡ് ഡ്യൂറേഷൻ കർവ് പഠിക്കുന്നുണ്ട്. അവിടെ വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്യും. എന്നാൽ ചില ക്വസ്റ്റ്യൻസിന് ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലോഡ് കർവ് എന്താണ്, ലോഡ് ഡ്യൂറേഷൻ കർവ്. അപ്പോൾ ഇൻ അഡീഷൻ ടു ദാറ്റ് പുതിയതായിട്ട് എന്ത് ചോദിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു അഡീഷണൽ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിക്കാം. മാസ് കർവ് ക്യാൻ ബി പ്ലോട്ടഡ് ഫ്രം, ഏത് കർവിൽ നിന്നാണ് മാസ് കർവ് വരയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സിമിലർലി എന്താണ് ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. എവിടെ നിന്നാണ് ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് പ്ലോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. ആ പോയിന്റ്സ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് മാസ് കർവ്. സോ മാസ് കർവ് ഈസ് നത്തിങ് ബട്ട് ദ curve showing the total energy consumed by the load up to a particular time of day. ഒരു ഡേയിൽ ഉള്ള ടൈമിൽ സപ്പോസ് 24 അവറിൽ ഒരു 22 അവർ വരെ എത്ര ആ ലോഡ് കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ എനർജി എത്രയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ബേസിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാസ് കർവ് പറയുന്നത്. സോ ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്,
എനർജിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. എനർജി യൂണിറ്റ്സ് ജനറേറ്റഡ് ആണ്, എനർജിയാണ്, കിലോവാട്ട് അവേഴ്സ് ആണ്. ഇതുവരെ ഒരു കർവിന് നമ്മൾ എന്തെടുത്തിട്ടില്ല, കിലോവാട്ട് അവേഴ്സ് എടുത്തിട്ടില്ല. ലോഡ് കർവ് എടുക്കുമ്പോഴും കിലോവാട്ട് വേഴ്സസ് ടൈം ആയിരുന്നു. കിലോവാട്ട് അവർ എന്ന് പറയുന്നത് ഒരു കർവിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ലോഡ് കർവിൻ്റെ ഏരിയ ആണ് എന്ത് പറയുന്നത്, കിലോവാട്ട് അവർ പറയുന്നത്. ഒരിക്കലും എക്സിലും വൈയിലും എന്തല്ല, കിലോവാട്ട് അവർ അല്ല, നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. സോ ഈ ഒരു പോയിന്റ് നമുക്കൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇത് എവിടെ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നത്, ക്രോണോളജിക്കൽ ലോഡ് കർവിൽ നിന്നാണ്. എന്താണ് ക്രോണോളജിക്കൽ ലോഡ് കർവ്? ക്രോണോളജിക്കൽ ലോഡ് കർവ് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈമിനെ നമ്മൾ ഒരു 6 AM മോർണിംഗ് തൊട്ട് 8 AM അങ്ങനെ നമ്മളൊരു അടുത്ത 24 hours കംപ്ലീറ്റ് നമ്മൾ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ ടൈം ഇൻ അവേഴ്സിനെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ലോഡ് ഇൻ കിലോവാട്ടിനെ നമ്മൾ വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 ഡേയിലെ ലോഡിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് പറയുന്ന പേരാണെന്ത്, ക്രോണോളജിക്കൽ ലോഡ് കർവ്. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നത്, മാസ് കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി അതെങ്ങനെയാണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, മാസ് കർവ് വരയ്ക്കണമെങ്കിൽ പ്ലോട്ട് ദ ക്രോണോളജിക്കൽ ലോഡ് കർവ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ലോഡ് കർവിനെ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ എന്ന് പറയുന്നത് എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലോഡ് കർവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എനർജി ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എനർജി കണ്ടുപിടിക്കുക. ഇനി അതിനെ സമ്മപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടൈമിലുള്ള എനർജി കൺസപ്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇനി അത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ലെറ്റ് us consider a system which is having a load curve as shown in the figure. So 6 AM മുതൽ 6 AM വരെയുള്ള ലോഡിൻ്റെ വേരിയേഷൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് ടൈം ഡ്യൂറേഷൻ ഉള്ള ലോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ലോഡ് കർവിനെ ഞാൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ സെക്ഷൻ്റെ ഏരിയ ആണ് A1, A2, A3, A4 എന്ന് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ ഏരിയയും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ നോക്കുക, ഏരിയ ഓഫ് A1 എന്ന് പറയുന്നത് എത്രയാണ്, 18 കിലോവാട്ട് ആണ് അവിടെ ഉണ്ടായിരുന്ന ലോഡ്. സോ ദിസ് ഈസ് ദ ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 18 കിലോവാട്ട് ആണ് ഇവിടെയുള്ള വാല്യൂ. ദെൻ എക്സ് ആക്സിസിലുള്ള വാല്യൂ 6 to 8 ആണ് അല്ലേ, 2 hours-ലാണ്. സോ അതുകൊണ്ട് തന്നെ I can calculate the area like A1 equal to 2 into 18, that is 36 kilowatt hour എന്ന് എനിക്കിവിടെ ഇത്രയും ഏരിയ കിട്ടി. ഇനി A2 എന്ന് പറയുന്ന ഏരിയ എങ്ങനെ എടുക്കാം, ഇവിടെ ഉണ്ടായിരുന്ന ലോഡ് എന്ന് പറയുന്നത് 35 കിലോവാട്ട് ആണ്. എത്രയാണ് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്, 8 AM to 2 PM വരെ, അതായത് 6 മണിക്കൂറിലേക്കാണ് ആ ലോഡ് ഉണ്ടായിരുന്നത്. സോ A2 equal to 6 into 35 210 കിലോവാട്ട് അവർ എന്ന് എനിക്കിവിടെ കിട്ടി. സിമിലർലി ഇങ്ങനെ ഓരോ സെക്ഷൻ ഓരോ ടൈം ഡ്യൂറേഷനുള്ള ഏരിയ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ എനിക്ക് ഓരോ ഏരിയയും ഓരോ ടൈമിൽ, അതായത് രാവിലെ മോർണിംഗ് 6 AM തുടങ്ങുന്ന സമയത്ത് എനർജി ഒന്നും കൺസ്യൂം ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ എനിക്ക് എടുക്കാം. കാരണം ഈ ഒരു പോയിന്റിൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഇനി അറ്റ് 8 AM എത്തിക്കഴിഞ്ഞപ്പോൾ എത്ര എനർജി കൺസ്യൂം ചെയ്തു, A1 എന്ന് പറയുന്ന ഏരിയ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തു. സോ ദാറ്റ് ഈസ് 36 കിലോവാട്ട് അവേഴ്സ് ഓഫ് എനർജിയാണ് 8 AM വരെ കൺസ്യൂം ചെയ്തത്. അത് ഞാനിവിടെ എടുത്തു. ഇനി അറ്റ് 2 PM വരെ എത്തുമ്പോൾ ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ഓൾറെഡി 8 AM വരെ A1 ഏരിയ കൺസ്യൂം ചെയ്തിരുന്നു. 8 AM തൊട്ട് 2 PM വരെ A2 ഏരിയ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ A1 പ്ലസ് A2 ഏരിയ എന്ന് പറയുന്ന അത്രയും എനർജി ആയിരിക്കും എന്ത്, 2 PM വരെയുള്ള എനർജി കൺസപ്ഷൻ. സോ അവിടെ 2 PM വരെ A1 പ്ലസ് A2 ഈക്വൽ ടു 246 കിലോവാട്ട് അവേഴ്സ് ഓഫ് എനർജി കൺസ്യൂം ചെയ്തു. ഇങ്ങനെ ഞാൻ ഇതിനെ 24 hours-ലും എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് ക്യുമുലേറ്റീവായിട്ട് ഓരോ ഏരിയയും ആഡ് ചെയ്ത് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിനെ ഞാനൊരു പ്ലോട്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, മാസ്കർ. സോ വൈ ആക്സിസിൽ എന്തായിരിക്കും, എനർജി അല്ലെങ്കിൽ കിലോവാട്ട് അവറിലായിരിക്കും. എക്സ് ആക്സിസിൽ എന്തായിരിക്കും, ടൈം ആയിരിക്കും. സോ ടൈം വേഴ്സസ് എനർജി കർവിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, മാസ് കർവ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താണ് അത് ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും ഉള്ളത്. എനർജി വേഴ്സസ് ടൈം കർവിന് പറയുന്ന പേരാണെന്ത്, മാസ് കർവ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് എനർജി വേഴ്സസ് ടൈം ഇൻ അവേഴ്സിൽ പറയുന്ന അല്ലെങ്കിൽ ടൈം ഇൻ ഇൻക്രീസിങ് ഓർഡറിന് പറയുന്ന പേരാണെന്ത്, മാസ് കർവ്. ഇനി ഈ മാസ് കർവ് എവിടെ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നത്, ലോഡ് കർവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ലോഡ് കർവിനെ ബേസിലാണ് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നത്,
മാസ് കർവിനെ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ രണ്ട് പോയിന്റ്സ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഒരു കർവ് കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരാണ് ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. സോ ലോഡ് ഡ്യൂറേഷൻ കർവും ലോഡ് കർവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. കോമ്പറ്റീവ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. എന്നാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇതുകൂടി അറിഞ്ഞിരിക്കുക എന്താണ് ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഇവിടെ the curve representing the total number of units generated for given demand of kilowatt, അതായത് എനർജി വേഴ്സസ് കിലോവാട്ട് അവർ വേഴ്സസ് കിലോവാട്ട് എന്ന് പറയുന്ന ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ അവിടെ കിട്ടുന്ന കർവിന് പറയുന്ന പേരാണ് എന്ത്, ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. അതായത് ലോഡ് ഇൻ കിലോവാട്ട് വേഴ്സസ് എനർജി ഇൻ കിലോവാട്ട് അവർ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലോട്ടിന് പറയുന്ന പേരാണ് എന്ത്, ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. വെരി ഇമ്പോർട്ടൻ്റ് ആയി ഓർത്തിരിക്കുക. ഇത് എവിടെ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നത്, ലോഡ് ഡ്യൂറേഷൻ കർവിൽ നിന്നാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാം ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവാണ്. അതുകൊണ്ട് തന്നെ ലോഡ് ഡ്യൂറേഷൻ കർവിൽ നിന്നായിരിക്കും ഇത് പ്ലോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ, എനർജി ലോഡ് കർവ് ആണെങ്കിൽ അത് എവിടെ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക എന്താണ്, ലോഡ് ഡ്യൂറേഷൻ കർവിൽ നിന്ന് തന്നെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, നേരത്തെ ഞാൻ മാസ് കർവിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് എവിടെ നിന്ന് പ്ലോട്ട് ചെയ്യണം, ലോഡ് ഡ്യൂറേഷൻ കർവിൽ നിന്ന് പ്ലോട്ട് ചെയ്യണം. ലോഡ് ഡ്യൂറേഷൻ കർവ് നമ്മൾ വരയ്ക്കുക, അതിൻ്റെ ഓരോ സെക്ഷനും അടിയിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ കിലോവാട്ട് ലോഡിനും കൺസ്യൂം ചെയ്യുന്ന എനർജി സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അത് വീണ്ടും ആഡ് ചെയ്യുക. സോ ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ നേരത്തെ ഞാൻ കൺസിഡർ ചെയ്തിരുന്ന അതേ ലോഡ് കർവ് തന്നെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കാണിച്ചിരുന്നു, ഇതായിരുന്നു നമ്മുടെ ലോഡ് കർവ്. മോർണിംഗ് 6 to 8 വരെ 18 കിലോവാട്ട് ആയിരുന്നു. ഇങ്ങനെയുള്ള സെയിം ലോഡ് കർവ് തന്നെ നമ്മൾ എടുത്തു. ഇതിൽ നിന്ന് എനിക്ക് ലോഡ് ഡ്യൂറേഷൻ കർവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഏറ്റവും മാക്സിമം ലോഡിനെ ആദ്യം എടുത്തു, 35 കിലോവാട്ടിനെ ആദ്യം എടുത്തു. അത് എത്ര അവറിലായിരുന്നു, 6 അവറിലായിരുന്നു അല്ലേ. അങ്ങനെ ഡിക്രീസിങ് ഓർഡറിൽ ഈ ഒരു ലോഡ് കർവിലുള്ള ലോഡിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ലോഡ് ഡ്യൂറേഷൻ കർവ് കിട്ടും. അങ്ങനെ കിട്ടിയ ലോഡ് ഡ്യൂറേഷൻ കർവാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ 35 കിലോവാട്ട് വാസ് ഫോർ 6 hours, 30 കിലോവാട്ട് വാസ് ഫോർ 3 hours. അങ്ങനെ ഞാൻ ഡിക്രീസിങ് ഓർഡറിൽ ലോഡ് ഡ്യൂറേഷൻ കർവിനെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി ഈ ലോഡ് ഡ്യൂറേഷൻ കർവിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഏരിയസ് ആയിട്ട് എടുക്കുകയാണ്. സോ ഇത്രയും ഏരിയയാണ് ഞാനിവിടെ ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ആ സെയിം ഫിഗർ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും A1 എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 3 കിലോവാട്ട് ലോഡ് ആ സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഏരിയ ആണ് 3 കിലോവാട്ട് ലോഡ് ഉണ്ടായിരുന്ന അത്രയും, അല്ലെങ്കിൽ 3 കിലോവാട്ട് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കൺസ്യൂംഡ് ആണ് എന്ത്, A1. അതേപോലെ 18 കിലോവാട്ട് ലോഡ് ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എത്ര എനർജി ആണോ കൺസ്യൂം ചെയ്തിരുന്നത് അതാണ് A2 റെപ്രസെൻറ്റ് ചെയ്തത്. സോ ഇങ്ങനെ ഓരോ ഡിമാൻഡിനും ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കൺസ്യൂംഡ് ആണ് ഇവിടെ A1, A2, A3 ആയിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. A1 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 ആണ്. ഇവിടെ ഉണ്ടായിരുന്ന കിലോവാട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. സോ 3 × 24 എടുത്തു കഴിഞ്ഞപ്പോൾ 72 കിലോവാട്ട് അവർ എനിക്കിവിടെ കിട്ടി. അതേപോലെ തന്നെ A2 എന്ന് പറയുന്നത് എത്രയാണ്, 18 ആണ്. ഇവിടെ ഉണ്ടായിരുന്ന Y വാല്യൂ, X വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 12 hours ആണ്. സോ സോറി, ഇവിടെ ശ്രദ്ധിക്കുക, 18 എന്ന് പറയുന്നത് ഇവിടെ വരെ ഉണ്ടായിരുന്ന വാല്യൂ ആണ് അല്ലേ. 18 എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉണ്ടായിരുന്ന വാല്യൂ ആണ്. 3 എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള വാല്യൂ. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും, 15 ആയിരിക്കും ഈ ഒരു സെക്ഷൻ സൈഡ് അല്ലേ. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 12 ആയിരിക്കും. സോ 15 × 12 ആയിരിക്കും A2ൻ്റെ വാല്യൂടെ കിട്ടുന്നത്. സോ ഇങ്ങനെ നമുക്ക് A1, A2, A3 അപ് ടു A5 വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഐ ഹാവ് ഗോട്ട് ദ ഏരിയ അണ്ടർ ദ കർവ് വിച്ച് ഈസ് റെപ്രസെൻറ്റിംഗ് ദ എനർജി, ദാറ്റ് ഈസ് എനർജി കറസ്പോണ്ടിങ് ടു ഈച്ച് ലോഡ്. അങ്ങനെ കിട്ടിയതിന് ശേഷം ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ക്യുമുലേറ്റീവ് എനർജി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 0 കിലോവാട്ട് ലോഡ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് പറയാം എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് എന്ന് പറയുന്നത് 0 യൂണിറ്റ്സ് ആയിരുന്നു. അറ്റ് 3 കിലോവാട്ട് ലോഡ്, 3 കിലോവാട്ട് ലോഡ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എനർജി കൺസ്യൂംഡ് എന്ന് പറയുന്നത് എത്രയാണ്, A1 മാത്രമായിരുന്നു. സോ A1 ഈസ് ഈക്വൽ ടു 72 യൂണിറ്റ്സ് എന്ന് എനിക്കിവിടെ കിട്ടി. ഇനി 18 കിലോവാട്ട് ലോഡ് ഉണ്ടായിരുന്ന സമയത്ത് എത്രയായിരുന്നു എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ്, A1 + A2 ആണ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സിമിലർലി ഇങ്ങനെ ഞാൻ ഓരോ ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി കൺസ്യൂംഡ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എനർജിയുടെ വാല്യൂസ് കിട്ടി. ഇനി ഞാൻ ഇവിടെ കിട്ടിയ ക്യുമുലേറ്റീവ് എനർജിയെ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ
എനിക്ക് കിട്ടുന്ന ഗ്രാഫിന് പറയുന്ന പേരാണ് എന്ത്? ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് ഓർ എനർജി ലോഡ് കർവ്. സോ ഇവിടെ വൈ ആക്സിസിൽ എന്താണ്? ലോഡാണ്, ലോഡ് ഇൻ കിലോ വാട്ട് ആണ്. എക്സ് ആക്സിസിൽ എന്താണ് കാണിക്കുന്നത്? എനർജി ഇൻ കിലോ വാട്ട് അവേഴ്സ് ആണ്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കിലോ വാട്ട് വേഴ്സസ് കിലോ വാട്ട് അവറിൻ്റെ ഗ്രാഫിന് പറയുന്ന പേരാണെന്ത്? ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് അല്ലെങ്കിൽ എനർജി ലോഡ് കർവ്. സോ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ അത് ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പല ടെക്സ്റ്റ് ബുക്കുകളിലും പ്രോപ്പറായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തെങ്കിലും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും ചോദിക്കില്ല. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ബേസിക് എന്താണ് ലോഡ് ഇൻ്റഗ്രേറ്റഡ് ലോഡ് കർവ് എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാനുള്ള ചാൻസ്, ഇത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും എന്താണ് ഈ കർവ് എന്നുള്ള ഐഡിയ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കിവിടെ ഡിസ്കസ് ചെയ്തത്. ഒരിക്കലും കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. സോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ മാസ് കർവ് റെപ്രസെൻറ്റ്, എന്താണ് മാസ് കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ ഓപ്ഷൻസിൽ തന്നെ നമുക്ക് എന്തറിയാം? മാസ് കർവ് എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള കർവാണ്? ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദ ലോഡ് അപ് ടു എ പർട്ടിക്കുലർ ടൈം, അതായത് കിലോ വാട്ട് അവർ വേഴ്സസ് ടൈം ആയിരുന്നു. അതായത് എനർജി ആൻഡ് ടൈം ഗ്രാഫിന് പറയുന്ന പേരാണെന്ത്? മാസ് കർവ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് പറയാം. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 37. മാസ് കർവ് ക്യാൻ ബി പ്ലോട്ടഡ് ഫ്രം, മാസ് കർവ് എവിടെ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഏത് കർവിൽ നിന്നാണ് മാസ് കർവ് പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ കണ്ടിരുന്നു എന്താണ്? ലോഡ് കർവിൽ നിന്നാണ് പ്ലോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ലോഡ് കർവിൽ നിന്നാണ് നമ്മൾ എന്ത് പ്ലോട്ട് ചെയ്യുന്നത്? മാസ് കർവിനെ പ്ലോട്ട് ചെയ്യുന്നത്. So moving on to question number 38. Integrated load duration curve represents. Integrated load duration curve എന്തായിരുന്നു? Then total number of units generated for given demand in kilowatt. So ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് കിലോവാട്ട് വേഴ്സസ് കിലോവാട്ട് അവർ ഗ്രാഫ് ആണ് അല്ലേ? സോ കിലോവാട്ട് വേഴ്സസ് കിലോവാട്ട് അവർ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ്, അതെന്താണ്? കിലോവാട്ട് അവർ ആണ് അല്ലേ? സോ കിലോവാട്ട് അവർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ ഗിവൺ ഡിമാൻഡ് ഇൻ കിലോവാട്ട്, ഗിവൺ ഡിമാൻഡ് ഇൻ കിലോവാട്ട് എന്ന് പറയുന്നത് ഡിമാൻഡ് ലോഡ് തന്നെയാണ് അല്ലേ? സോ ഈ ഒരു കർവിന് പറയുന്ന പേരാണ് എന്ത്? ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ്. ഇനി ഇവിടെ അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ലോഡ് അപ് ടു പർട്ടിക്കുലർ ടൈം ഓഫ് ഡേ, അത് ഏത് കർവാണ്? ആദ്യത്തെ കർവാണ് അല്ലേ? അല്ലെങ്കിൽ മാസ് കർവാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് അവേഴ്സ് ഫോർ വിച്ച് ലോഡ് ലാസ്റ്റ് ഫോർ ഡ്യൂറിങ് ദ ഡേ, ഓരോ ലോഡും എത്ര അവറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന കർവ്, അത് ഏത് കർവായിരുന്നു? ലോഡ് ഡ്യൂറേഷൻ കർവായിരുന്നു. വേരിയേഷൻ ഓഫ് ലോഡ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് അവേഴ്സ് ഓഫ് ദ ഡേ, ഓരോ അവറിലും ഉണ്ടായിരുന്ന ലോഡ് എത്രയാണ് എന്ന് കാണിക്കുന്ന കർവ് ഏതാണ്? സിംപ്ലി ക്രോണോളജിക്കൽ ലോഡ് കർവ് തന്നെയാണ്. സോ ഓരോ പോയിന്റ്സും വളരെ ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 39. ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് ക്യാൻ ബി പ്ലോട്ടഡ് ഫ്രം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, പേരിൽ തന്നെ നമുക്ക് കിട്ടും എന്താണ്? ലോഡ് ഡ്യൂറേഷൻ കർവാണ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്? ലോഡ് ഡ്യൂറേഷൻ കർവിൽ നിന്ന് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവും കിട്ടും. At last നമുക്കൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദാറ്റ് ഈസ് ലോഡ് കർവ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ്. ലോഡ് കർവ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലോഡ് കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതിന് രണ്ട് പർപ്പസ് ആണുള്ളത്. ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ ജനറേറ്ററും എപ്പോഴൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ട്, ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതായത് എത്രയാണ് നമ്മുടെ ലോഡ് റിക്വയർമെൻ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമേ എത്രയധികം നമ്മൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇനിയും നമുക്ക് സിസ്റ്റത്തിൽ വേണമെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ലോഡ് കർവിൽ നിന്ന് കിട്ടുന്നത്. ആൻസർ വിൽ ബി ബോത്ത് 1 and 2. സോ ഇവിടെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? മാസ് കർവ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ലോഡ് ഡ്യൂറേഷൻ കർവ് നോർമലി ബിടെക് ലെവലിലൊന്നും നമ്മൾ പഠിക്കാത്ത പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സ് കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. സോ ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.